അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وأزلفت الجنة للمتقين غير بعيد. هذا ما توعدون لكل أواب حفيظ من خشي الرحمن بالغيب وجاء بقلب منيب. ادخلوها بسلام ذلك يوم الخلود لهم ما يشاءون فيها വലദൈന മസീദ്. സ്നേഹമുള്ള വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പീരുമേട് മണ്ഡലം ഫാമിലി മീറ്റാണ് ഈ പെരുവന്താനത്ത് വെച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെയധികം മാനസികമായ സന്തോഷത്തോടു കൂടെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നത്. കാരണം ധാരാളക്കണക്കിന് ആളുകൾ നമ്മളൊക്കെ പറയുന്ന ഖുതുബകളും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളുമെല്ലാം നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ പ്രസംഗിച്ച പ്രഭാഷകന്മാരുടെ എല്ലാം പ്രസംഗങ്ങൾ നിങ്ങൾ പലപ്പോഴായി വീഡിയോയിലൂടെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, പീസ് റേഡിയോയിലൂടെയും ഒക്കെ കേൾക്കും. അപ്പം അങ്ങനെ നിരന്തരമായി നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു പരിചയവുമില്ലാത്ത, ഒരിക്കലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളുകളോട് നമ്മൾ എന്നും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ആരോട് സംസാരിച്ചാലും ആ കേൾക്കുന്നവരും സംസാരിക്കുന്നതും തമ്മിലൊരു ഹൃദയബന്ധം, അത് സംസാരങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് എനിക്കറിയാം, ഞാൻ സ്നേഹിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒട്ടനവധി ആളുകൾ ഈ പ്രദേശങ്ങളിലും ഈ പരിസരങ്ങളിലുമൊക്കെ ഉണ്ട് എന്ന്. ഞാൻ ഇന്ന് പള്ളിയിൽ ഇതിൻ്റെ മുമ്പുള്ള സെഷൻ നടക്കുമ്പോൾ വിശ്രമിച്ചു കൊണ്ടിരിക്കെ ഒരു പിതാവ് കോണിയിലൂടെ മേലോട്ട് കയറി വന്ന് എന്നോട് പറഞ്ഞു, നിങ്ങളൊന്ന് താഴത്തേക്ക് വരൂ, എൻ്റെ മക്കൾക്കൊന്ന് കാണാനാണ് എന്നാണ്. അപ്പം ഞാൻ ഇറങ്ങി വന്ന് അദ്ദേഹത്തിൻ്റെ മക്കളെ പരിചയപ്പെട്ടു. സാധാരണ നമ്മൾ വല്ല കല്യാണത്തിലോ ബന്ധുവീട്ടിലോ ഒക്കെ പോയാൽ നമ്മുടെ ബന്ധുക്കളും കുടുംബങ്ങളൊക്കെ നമ്മളെ വിളിച്ച് കാണുന്ന പോലെ അതിനേക്കാളും വലിയ ഹൃദയബന്ധമാണ് ദീനിൻ്റെ പേരിൽ, ആദർശത്തിൻ്റെ പേരിൽ നമ്മൾ തമ്മിലുണ്ടാകുന്ന ബന്ധങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രസംഗത്തിലുപരി നിങ്ങളെ കാണാനും നിങ്ങൾക്ക് എന്നെ കാണാനും ഒക്കെയുള്ള ഒരവസരമുണ്ടാകുന്നു ഈ ഒരു ദിവസത്തെ യാത്ര കൊണ്ട് എന്നത് വലിയ സന്തോഷമാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവർക്ക് അള്ളാഹുവിൻ്റെ സ്നേഹമുണ്ടാകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ കരുണയും സ്നേഹവും ഉണ്ടാക്കി തീർക്കുന്ന ഈ സ്നേഹബന്ധങ്ങളെ ജീവിതത്തിലുടനീളം തുടരുവാനും പരസ്പരം കിലോമീറ്ററുടെ ദൂരമുള്ള നമ്മുടെ ഈ ബന്ധങ്ങളെ സ്വർഗത്തിൽ ഒന്നിച്ചു ചേർന്ന് മുഖാമുഖം ഇരുന്ന് സ്വർഗത്തിൻ്റെ സന്തോഷങ്ങൾ അനുഭവിക്കുവാൻ ദിക്കുകളുടെയും ദേശങ്ങളുടെയും അകലമില്ലാത്ത
എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്ന സ്വർഗഗേഹത്തിൽ സമാധാനത്തിൻ്റെ ഭവനത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ പ്രഭാഷണങ്ങൾ നടക്കുമ്പോൾ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുകയായിരുന്നു. നമ്മുടെ ഈ ഒരു പരിസരത്തെ കാലാവസ്ഥ അനുസരിച്ചുകൊണ്ട് ദീർഘമായ പ്രഭാഷണങ്ങൾ പാടില്ല എന്നതുകൊണ്ട് തന്നെ മഗ്‌രിബിന് ശേഷം നല്ല തണുപ്പ് കൂടി വരും മുമ്പ് അവസാനിപ്പിക്കാനാണ് മഗ്‌രിബിന് ശേഷം ഒരു പ്രഭാഷണം മാത്രമാക്കിയത്. നാട്ടിലാണെങ്കിൽ മഗ്‌രിബിന് ശേഷമാണ് കാര്യമായ പ്രഭാഷണങ്ങളൊക്കെ നടക്കുക. ഇവിടുത്തെ കാലാവസ്ഥയുടെ സാഹചര്യം അനുസരിച്ചാണ് ഇങ്ങനെ ഒരു ക്രമീകരണം നടത്തിയത്. ഏതായിരുന്നാലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത് പ്രതീക്ഷ കൊണ്ടാണ്. നമുക്ക് ധാരാളം പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ധാരാളം പ്രശ്നങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയമെടുക്കും, ഏതെങ്കിലും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയമെടുത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഒരു വേദന, ഒരു പ്രയാസം, ഒരു ഭയം, ഒരാശങ്ക നമ്മുടെ മനസ്സിലേക്ക് വരുത്താത്ത ഒരു ജീവിതവുമായി ബന്ധപ്പെട്ട ഒരു കാര്യവുമില്ല. നിങ്ങളുടെ ദാമ്പത്യത്തെ എടുത്തു നോക്കൂ. നിങ്ങൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ഇതിലെന്തോ പിഴവ് പറ്റിയോ, ഇതിലൊക്കെ ചില തിരുത്തുകൾ ആവശ്യമാണ്. എനിക്ക് ആശിച്ച ഒരു ദാമ്പത്യ ജീവിതം എൻ്റെ ഭർത്താവിൽ നിന്ന് ലഭിച്ചോ, എൻ്റെ ഭാര്യയിൽ നിന്ന് ലഭിച്ചോ? അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കൂ, അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ചിന്തിക്കൂ, നിങ്ങളുടെ വീടിനെക്കുറിച്ച് ചിന്തിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കൂ. എവിടെ ചിന്തിക്കുമ്പോഴും ഒരു സുരക്ഷിതത്വമില്ലായ്മ, എന്തോ ചില പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ഒരു അപൂർണത നമുക്ക് അനുഭവപ്പെടുന്ന പോലെ തോന്നും. അതാണ് ഈ ലോകത്തെ ജീവിതമെന്ന് പറഞ്ഞാൽ. അവിടെയെല്ലാം നമ്മളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത് പ്രതീക്ഷയാണ്. ഒക്കെ ശരിയാകുന്നൊരു ദിനം വരും, എല്ലാം നേരെയാകുന്നൊരു ദിനം വരും, ഞാൻ സന്തോഷിക്കുന്ന പ്രശ്നങ്ങളില്ലാത്തൊരു സുദിനം എനിക്ക് വരാനുണ്ട് എന്ന് നമ്മളൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. കടങ്ങൾ വീടും, രോഗങ്ങൾ മാറും, മക്കളുടെ വിവാഹങ്ങൾ നടക്കും, എൻ്റെ ദാരിദ്ര്യത്തിന് പരിഹാരമുണ്ടാകും, എൻ്റെ മകന് ജോലി കിട്ടും, എൻ്റെ മകൾ വിവാഹിതരാകും. അങ്ങനെയുള്ള ശുഭപ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാൻ വേണമെങ്കിൽ ഒരു അനുഭവം പറയാം. എൻ്റെ സുഹൃത്തിൻ്റെ ജ്യേഷ്ഠന്, ഒരു ബ്രദറിന് അസുഖം വന്നു, ക്യാൻസർ വന്നു. അപ്പോൾ ക്യാൻസർ വന്നപ്പോൾ അദ്ദേഹം ക്യാൻസർ പല സ്ഥലങ്ങളിൽ നിന്ന് സെക്കൻഡറി വന്നു, ഏകദേശം ഒരു 4th സ്റ്റേജിലേക്ക് ക്യാൻസർ എത്തി. അപ്പോൾ ചികിത്സിക്കുന്ന ഡോക്ടർമാരൊക്കെ പറഞ്ഞു, പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല, ക്യാൻസർ ഒരിക്കലും ചികിത്സിച്ച് മാറ്റാൻ സാധിക്കാത്തൊരു അസുഖമാണ്. ചിലപ്പോൾ എടുത്തു കളയാൻ സാധിച്ചേക്കും, അല്ലാതെ മാറ്റിയെടുക്കുക എന്നുള്ളത് പ്രയാസകരമായ കാര്യമാണ്. എന്തായിരുന്നാലും അയാൾക്കൊരു നിരാശയാണ് ഡോക്ടർമാരെല്ലാം സംഭാവന ചെയ്തത്. ഇനി 2 ലക്ഷത്തിൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ 60,000-ൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ട്, 12,000-ൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ട്, ഏത് വേണം എന്നൊക്കെ ചോദിക്കുന്ന ഒരു സ്റ്റേജിൽ. അപ്പോൾ അയാൾ വല്ലാതെ അസ്വസ്ഥനായി. കാരണം ഒരു മകളെ കല്യാണം കഴിച്ചു കൊടുക്കാനുണ്ട്, മകന് വേണ്ട പോലത്തൊരു ജോലിയൊന്നും ആയിട്ടില്ല. അപ്പം ഞാൻ അങ്ങോട്ട് മരിച്ചാൽ എൻ്റെ മോളെ അവസ്ഥ എന്താകും, മോൻ എന്താകും, കുടുംബം എന്താകും എന്നൊക്കെ ചിന്തിച്ച് രോഗത്തിനേക്കാളും വലിയ സങ്കടത്തിലാണ് അയാൾ കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ വിളിച്ചു ഒരാശ്വാസ വാക്ക് പറയാൻ, ഒരാശ്വാസ വചനം പറയാൻ. അപ്പോൾ ഒരു ഫോണിൽ പറയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. ഇനി ഞാൻ ജ്യേഷ്ഠനോട് പറഞ്ഞു, ചികിത്സ ഇതിൽ മാത്രമല്ലല്ലോ, പല ചികിത്സകളുണ്ടല്ലോ, നമ്മൾ പ്രാർത്ഥിച്ചേ പല ചികിത്സകളും ചെയ്തു നോക്കാം, ഏതെങ്കിലുമൊക്കെ ചികിത്സ ഫലപ്പെട്ടേക്കാം. അങ്ങനെ ഞാനൊരു ഡോക്ടറെ പറഞ്ഞു കൊടുത്തു. ആ ഡോക്ടറെടുത്ത് അവർ പോയി സംസാരിച്ച് ഡോക്ടറെ കണ്ട് തിരിച്ചു വരുമ്പോൾ അവർ വീണ്ടും പള്ളിയിൽ വന്നു, എന്നെ കണ്ടു. അപ്പോൾ അയാൾ വല്ലാത്തൊരു സന്തോഷത്തിലും വല്ലാത്തൊരു പ്രതീക്ഷയിലും. അപ്പോൾ ഒരു രോഗിയാണെന്ന് പോലും എനിക്ക് തോന്നണില്ല. കൂടെ വന്നവരെക്കാളും മുഖപ്രസന്നതയോടുകൂടെ അയാൾ എന്നോട് സംസാരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചു, എന്തേ? ഡോക്ടർ പറഞ്ഞു നിങ്ങൾ മരുന്ന് കുടിക്കും, ഇതൊക്കെ മാറിപ്പോയ അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കും, നിങ്ങൾ മരുന്ന് കഴിക്കും. ആ ഡോക്ടർ പറഞ്ഞു. ആ ഒരൊറ്റ വാക്ക്, അതാണ് പ്രതീക്ഷ. ആ പ്രതീക്ഷ മനസ്സിൽ വന്നപ്പോൾ അയാൾ രോഗിയല്ലാതായി മാറി. ക്യാൻസർ ഉള്ളിൽ പടർന്നുകൊണ്ടിരിക്കുമ്പോഴും അയാൾ രോഗമല്ലാത്ത ഒരവസ്ഥയിലേക്ക് പരിവർത്തിക്കപ്പെട്ടു. സുഹൃത്തുക്കളെ, ഈ ഒരു പ്രതീക്ഷയുണ്ടല്ലോ, ഈ ഒരു പ്രതീക്ഷയാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. നിങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ
ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടുന്ന ഒരു ദിനമുണ്ട്, ഉറപ്പാണ്. നിങ്ങൾ സംശയിക്കുകയേ വേണ്ട. അങ്ങനെ ഒരു ദിവസമുണ്ട്. തിൽക്കൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യ. തിൽക്കൽ ജന്നത്തുല്ലതീ നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അങ്ങനെ ഒരു സ്വർഗം ഈ ജീവിതത്തിന് ശേഷം അനന്തരമായി അവർക്ക് നൽകും. അവർക്ക് അങ്ങനെ ഒരു സ്വർഗം നൽകും. ജന്നാത്തു അദ്നില്ലതീ വഅദർ റഹ്മാനു ബിൽ ഗൈബ്. അല്ലാഹു ഇബാദഹു ബിൽ ഗൈബ്, അദൃശ്യമായി അല്ലാഹു തൻ്റെ അടിമകൾക്ക് കൊടുത്തൊരു വാഗ്ദാനമാണത്. ഇന്നഹു കാന വഅദുഹു മഅതിയ. അവന്റെ വാഗ്ദത്തം കൊണ്ടുവരിക തന്നെ ചെയ്യും. അവന്റെ വാഗ്ദത്തം കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നഹു കാന വഅദുഹു മഅതിയ. ആ സ്വർഗം ഇല്ലാതിരിക്കില്ല. ആ സ്വർഗം എന്തായാലും ഉണ്ടാകും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ പ്രതീക്ഷ സ്വർഗമാണ്. നിങ്ങൾ വിചാരിക്കുന്ന ദാമ്പത്യം, നിങ്ങൾ വിചാരിക്കുന്ന ആരോഗ്യം, നിങ്ങൾ വിചാരിക്കുന്ന സന്തോഷം എന്തോ, അത് മുഴുവൻ നമുക്ക് ലഭിക്കുന്ന ഒരു ജീവിതം, മരണമില്ലാത്തൊരു ജീവിതം നമുക്ക് ഉറപ്പായും വരാനുണ്ട്. ഇന്നല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുലാ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. വിശ്വസിക്കുന്നവർക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർക്കും ഒരു വിരുന്നായി സ്വർഗമുണ്ട്. അവർക്കൊരു വിരുന്നാണ് സ്വർഗം. ഒരു വിരുന്നിനെത്തുന്ന പോലെ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നിട്ടോ ഖാലിദീന ഫീഹാ ലാ യബ്ഗൂന അൻഹാ ഹിവലാ. അവരാ സ്വർഗത്തിൽ എന്നും താമസിക്കും, എന്നും താമസിക്കും. ലാ യബ്ഗൂന അൻഹാ ഹിവല. എപ്പോഴെങ്കിലും അവിടെ നിന്ന് മാറിപ്പോകണമെന്ന് അവർ ആഗ്രഹിക്കുകയേയില്ല. ഓരോ ദിവസവും പുതിയ പുതിയ സന്തോഷങ്ങൾ, പുതിയ പുതിയ ആഹ്ലാദങ്ങൾ, പുതിയ പുതിയ കാഴ്ചകൾ, പുതിയ പുതിയ അനുഭവങ്ങൾ, എന്നെന്നും അവർക്ക് പുതിയത് ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരിക്കലും അവിടെ ഒരു മടുപ്പുണ്ടാവില്ല. അവിടുന്ന് മാറിപ്പോകണമെന്ന് അവരൊരിക്കലും ആഗ്രഹിക്കില്ലെന്നാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്കതിൽ വിശ്വാസമില്ലേ? അങ്ങനെ ഒരു സ്വർഗത്തിൽ നമുക്ക് വിശ്വാസമില്ലേ? എല്ലാ ജീവിത പ്രശ്നങ്ങളെയും പരിഹരിച്ച് കിട്ടുന്ന ഒരു നാളിനെക്കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസമില്ലേ? എനിക്ക് അത്ഭുതം തോന്നിയ ഒരു സംഭവമുണ്ട്. ഒരു ലേഡിയായ ഒരു കൗൺസിലർ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കെ എന്നെ വിളിച്ചു. ഒരു ഇസ്ലാമിക സംശയം എൻ്റെ ക്ലയൻറ്റിന്, എൻ്റെ പേഷ്യൻറ്റിന് ദൂരീകരിച്ച് കൊടുക്കാനാണ് ഞാൻ നിങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ എന്താണ് അവരുടെ പേഷ്യൻറ്റിൻ്റെ ഒരു സംശയം? സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സ്ത്രീയാണ് അവർ, ഏകദേശം 10-50 വയസ്സ് പ്രായമുള്ള ഒരു സഹോദരി. അവിടെ സംശയം എന്താ വെച്ചാൽ, അവരൊരു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവർക്കൊരു പ്രേമമുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെക്കനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അവർ പ്രേമിച്ചു, 30-40 ഒക്കെ കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രേമിച്ചു. അപ്പോൾ പ്രേമിച്ചു കൊണ്ടിരിക്കെ വീട്ടിൽ പറഞ്ഞെങ്കിലും ആ വിവാഹം നടന്നില്ല. അവർ വേറൊരു വിവാഹം കഴിക്കേണ്ടി വന്നു, ഇഷ്ടമില്ല. അങ്ങനെ ആ ഭർത്താവിൻ്റെ കൂടെ അവരിപ്പോൾ ജീവിക്കാൻ തുടങ്ങിയിട്ട് 10-30 വർഷത്തിലേറെയായി. വലിയ വലിയ മക്കളുണ്ട്, ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. പക്ഷെ ഭർത്താവും അവരും തമ്മിൽ ഭയങ്കര പ്രശ്നമാണ്, ബഹളമാണ്. എനിക്കൊരിക്കലും ജീവിതത്തിൽ ഒരു ഭാര്യയുടെ സന്തോഷം ഈ നാളുവരെ ലഭിച്ചിട്ടില്ലെന്ന് അവൾ പറയുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവരുടെ സംശയം എന്താണെന്നറിയോ? എനിക്ക് ഒരൊറ്റ ആഗ്രഹമുള്ളൂ. എന്താണെന്ന് വിചാരിച്ചാൽ, ഞാൻ മരിച്ച് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ എനിക്ക് അയാളെ കിട്ടുമെന്നാണ്. ആരെ? +2 പഠിച്ച ആ പ്രേമിച്ച ആളെ കിട്ടുമെന്നാണ് അവരുടെ സംശയം. ആ സംശയമാണ് ദൂരീകരിച്ച് കൊടുക്കേണ്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ ചിന്തിച്ചു, ഒരിക്കലും ഭൂമിയിൽ നടക്കാത്ത സ്വപ്നങ്ങൾ, അത് നിഷിദ്ധമായ സ്വപ്നങ്ങൾ, ഒരിക്കലും സങ്കല്പിക്കാൻ പറ്റാത്ത സ്വപ്നങ്ങൾ പോലും സ്വർഗത്തിൽ പ്രതീക്ഷിക്കുന്നവരാണല്ലോ മനസ്സിൽ വിശ്വാസമുള്ളവർ എന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ പറഞ്ഞു കൊടുത്തു, നിങ്ങളൊരു തെറ്റു ചെയ്തു. എന്തായിരുന്നു ആ തെറ്റ്? ഒരാണും പെണ്ണും തമ്മിൽ അവിഹിതമായ ഒരു ഹൃദയബന്ധം വിവാഹത്തിലൂടെയല്ലാതെ ഉണ്ടാവാൻ പാടില്ല. അത് നിങ്ങൾ ചെയ്തൊരു തെറ്റാണ്. നിങ്ങളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റിൻ്റെ ദുരന്തം നിങ്ങൾ അനുഭവിക്കും. അത് നിങ്ങൾ ഒരു ദിവസമല്ല അനുഭവിച്ചത്, ഒരായുഷ്കാലം നിങ്ങൾ അനുഭവിച്ചു. എങ്ങനെ? ഒരു അവിഹിതമായ ഒരു സ്നേഹമുണ്ടായി, അയാളെ നിങ്ങൾക്ക് ഒരിക്കലും വിവാഹം കഴിയില്ല, അതുകൊണ്ട് വേറൊരാളെ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഒരിക്കൽ പോലും ആ ഭർത്താവിനെ നിങ്ങൾക്ക് ഒരു ദിവസം പോലും അംഗീകരിക്കാൻ പറ്റിയില്ല.
നിങ്ങളുടെ മനസ്സിൽ മറ്റൊരാളുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കൊരു ദാമ്പത്യം കിട്ടിയില്ല, അയാൾക്കും ഒരു ദാമ്പത്യം കിട്ടിയില്ല. എന്നിട്ട് വർഷങ്ങൾ പിന്നിട്ട് അവസാന നാൾ വരുമ്പോൾ എനിക്ക് ഇയാളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ച് വാർദ്ധക്യത്തിൽ തൻ്റെ ഭർത്താവിനെ ഹൃദയത്തിൽ സ്നേഹിക്കേണ്ട എനിക്ക് ഇവളല്ലേ എന്ന് വിചാരിച്ച് നിങ്ങളുടെ ദേഹത്ത് കൈവെക്കുമ്പോൾ സ്നേഹവും സന്തോഷവും അനുഭവിക്കേണ്ട ഭർത്താവിനും നിങ്ങൾക്കും ഒരു സന്തോഷവും ഒരു സ്നേഹവും ജീവിതത്തിൽ കിട്ടിയില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? ഈ തെറ്റായ കാര്യത്തിൽ തൗബ ചെയ്യാതെ മടങ്ങാതെ ഒരു അവിഹിത ബന്ധം സംഭവിച്ചതിൽ ഖേദിക്കാതെ അത് മനസ്സിൽ നിന്ന് എടുത്തു കളയാതെ മരിച്ചു പോകുമ്പോഴും ആ ഹറാമ് മനസ്സിൽ വെച്ചുകൊണ്ട് മരിച്ചു പോകുന്ന ഒരവസ്ഥ. എത്ര വലിയ കുറ്റമാണ് ഒരു തെറ്റിലൂടെ നിങ്ങൾ നേടേണ്ടി വന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് സ്വർഗം ഒരു പ്രതീക്ഷയാണ്, എല്ലാവരുടെയും ഒരു പ്രതീക്ഷയാണ് സുഹൃത്തുക്കളെ സ്വർഗം. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമുക്കവിടെ കിട്ടുന്ന ഒരു സ്വർഗം അള്ളാഹു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താ നിങ്ങൾ? ഏറ്റവും വലിയ നിരാശ മനുഷ്യൻ എപ്പോഴാണ് ഉണ്ടാവുക? ഏറ്റവും അധികം മനുഷ്യൻ നിരാശനാവുക എപ്പോഴാണ് നിങ്ങൾ? മരിക്കുമ്പോഴാണ്. മരിക്കുമ്പോൾ എന്താ നിരാശപ്പെടാൻ കാരണം തരൂ? നമ്മൾ നോക്കിക്കിടക്കുന്ന വീട് നമ്മുടേതല്ലാതാകാൻ പോവാണ്. തലയുടെ അടുത്തിരുന്ന് കരയുന്ന ഭാര്യ നമ്മുടേതല്ലാതാകാൻ പോവാണ്. നാളെ അവളെ വേറൊരാൾക്ക് വിവാഹം കഴിക്കാം. നമ്മുടെ മക്കളുടെ മുഖങ്ങൾ ഇനി നമ്മൾ ദർശിക്കാതാവുകയാണ്. നമ്മുടെ പേരമക്കളെ ഇനി താലോലിക്കാൻ നമുക്ക് കഴിയാതാവുകയാണ്. നമ്മുടെ കണ്ണുകൾ അടയുകയാണ്. ജീവിതം പിറകോട്ട് പോവുകയാണ്. നമ്മൾ ശാശ്വതമായ മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ. അപ്പം നിരാശ ഉണ്ടാവൂലേ? ആ നിരാശയിൽ കിടക്കുന്നവന് ഒരു കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ട മലക്കുകൾ. എന്താണ് ആ മലക്കുകൾ പറയാ? എന്താണ് ആ മലക്കുകൾ പറയാ? എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുന്നവനോട് മലക്ക് പറയുന്ന പ്രതീക്ഷന്റെ വാക്കെന്താ അറിയോ? ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹു സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫൂ വലാ തഹ്സനൂ വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. മലക്ക് വന്ന് പറയാം, ദുഃഖിക്കരുത്. നിങ്ങളുടെ കഴിഞ്ഞ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒന്നിനെ കുറിച്ച് ദുഃഖിക്കരുത്. മരിച്ച് കണ്ണ് ചിമ്പുമ്പോൾ ഇനി എന്തൊക്കെ വരുമെന്നോർത്ത് ഭയപ്പെടരുത്. ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദാസന്മാരായ മലക്കുകളാണ്. ഞങ്ങൾ വന്നത് നിങ്ങളെ സംരക്ഷിക്കുവാനാണ്. ഇഹലോകത്തും നിങ്ങളെ സംരക്ഷിച്ചത് ഞങ്ങളാണ്, പരലോകത്തേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്നതാണ്. വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലത്തി കുൻതും തുഅദൂൻ. നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ഒരു സ്വർഗമില്ലേ? ആ സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിക്കൂ, നിങ്ങൾ പ്രതീക്ഷിക്കൂ. സ്വർഗത്തിൻ്റെ ചിത്രങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കും. സ്വർഗം അവർക്ക് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് പിന്നെന്താ പറയാ? വലക്കും ഫീഹാ മാ തശ്തഹീ അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ. നിങ്ങൾ എന്താഗ്രഹിച്ചാലും കിട്ടും, നിങ്ങൾ എന്ത് മോഹിച്ചാലും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ മക്കളെ കിട്ടും, നിങ്ങളുടെ ഇണകളെ കിട്ടും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ ജീവിതവും കിട്ടും. നിങ്ങൾക്ക് ജീവൻ തിരിച്ചു കിട്ടും. അതൊരു പ്രതീക്ഷയല്ലേ സുഹൃത്തുക്കളെ? ഞാനൊരു പരിപാടിക്ക് പോയി ഇറങ്ങിപ്പോരുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുമ്പോൾ എന്നെ ഒരാൾ വന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഓഡിറ്റോറിയത്തിന് തൊട്ടടുത്തൊരു വീടുണ്ട്, ആ വീട് വരെ നിങ്ങളൊന്ന് വരണം, ഒരാൾക്ക് നിങ്ങളെ കാണാനാണ്. അപ്പോൾ ഞാൻ അയാളെ കൂടെ പോയി ചെന്നപ്പോൾ ആ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ ഒരു കുട്ടി ഇരിക്കുന്നു. ഒരു 15-18 വയസ്സായ ഒരു ആൺകുട്ടി. അവന് നടക്കാൻ കഴിയൂല, അവൻ്റെ മുഖത്തൊക്കെ കുറേ വൈരൂപ്യങ്ങളുണ്ട്. ഒരു വളരെ പ്രയാസപ്പെട്ട, കണ്ടാൽ തന്നെ നമുക്ക് വിഷമം തോന്നുന്ന ഒരു കുട്ടി. അള്ളാഹുവിന് ആശ്വാസം നൽകട്ടെ. അപ്പം അവനിങ്ങനെ ഇരുന്ന് എന്നെ കാണാനുള്ള ആഗ്രഹത്തിൽ ഇരിക്കും. എനിക്ക് കൈ തരാൻ പോലും അവൻ്റെ കൈകൾക്ക് സാധ്യമല്ല. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്തിരുന്നു, തോളിൽ കൈവച്ചു. അവനും ഞാനും കണ്ടതിൻ്റെ സന്തോഷം ഞാനും അവനും അനുഭവിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, മോനെ, നിനക്ക് ഈ വൈകല്യങ്ങളൊന്നുമില്ലാത്ത ഒരു ജന്മം അത് നിനക്കുണ്ട്. ഇത് കുറച്ചാലത്ത് കൊള്ളൂ. ഇത് കഴിഞ്ഞാൽ ഈ വൈകല്യങ്ങളൊന്നുമില്ലാതെ നീ വരും, എല്ലാവരെയും പോലെ, എല്ലാവരെക്കാളും സൗന്ദര്യത്തോടുകൂടെ നീ വരും. സുഹൃത്തുക്കൾ, അതിനേക്കാളും വലിയ പ്രതീക്ഷ എന്താണ്? അതുകൊണ്ട് ആ സ്വർഗമാണ് നമ്മുടെ പ്രതീക്ഷ. ആ സ്വർഗം ഉറപ്പാണ്. പക്ഷെ ആ സ്വർഗം കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ആ സ്വർഗം ഗൗരവമായി കാണാത്തത് കൊണ്ട് തന്നെ അത് കിട്ടാനുള്ള പണി ഞാനും നിങ്ങളും ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. നരകത്തിൻ്റെ ഭീകരത വർണ്ണിക്കുന്ന ഒരു സ്ഥലമുണ്ട്, 50-ാമത്തെ സൂറത്ത് കാഫിൽ. അള്ളാഹു നരകത്തെക്കുറിച്ച് ശക്തമായി വിശദീകരിക്കുന്ന ഒരു രംഗമാണ്. അൽഖിയാ ഫീ ജഹന്നമ കുല്ല കഫാരിൻ അനീദ് മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ മുരീബ്
അല്ലദീ ജഅല മഅല്ലാഹി ഇലാഹൻ ആഖർ അൽഖിയാഹു ഫിൽ അദാബിശ് ശദീദ്. ആ നരകത്തിലേക്ക് വലിച്ചെറിയും, അവനെ കഠിനമായ നരകത്തിലേക്ക് അവനെ വലിച്ചെറിയും. ക്രൂരമായി നിർദ്ധയമായി നരകത്തിലേക്ക് വലിച്ചെറിയാൻ വേണ്ടി പറയും. എന്നിട്ടോ സുഹൃത്തുക്കളെ, പിന്നെ അള്ളാഹു ആ നരകത്തിൻ്റെ ഭീകരതയുടെ മുന്നിൽ നിന്നുകൊണ്ട് നമുക്ക് സ്വർഗം കാണിച്ചു തരികയാണ്. സ്വർഗം അള്ളാഹ് കാണിച്ചു തരികയാണ്. വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ്. ആ നരകത്തിൽ നിന്ന് അതിവിദൂരമല്ലാതെ, അല്ലെങ്കിൽ ഈ സ്വർഗം കാത്തു നിൽക്കുന്നവരിൽ നിന്ന് അതിവിദൂരമല്ലാതെ വന്നു നിൽക്കുന്നു സ്വർഗം. എന്തിനാ സ്വർഗം അടുത്ത് നിൽക്കുന്നത്? സ്വർഗത്തിലേക്ക് പോകുന്നവർക്ക് ആഗ്രഹം വർദ്ധിക്കാൻ. സ്വർഗം ഇങ്ങനെ കാണുമ്പോൾ ആഗ്രഹം കൂടൂലേ? അവർക്ക് പ്രതീക്ഷ നൽകാൻ, അവർക്ക് സമാശ്വാസം പകരാൻ. എന്നിട്ട് ആ സ്വർഗത്തെ ചൂണ്ടിക്കാണിച്ച് അള്ളാഹ് പറയുന്നുണ്ട്, വഉസ്ലിഫത്തിൽ ജന്നത്തു ലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹാദാ മാ തുഅദൂന ലികുല്ലി അവ്വാബിൻ ഹഫീദ്. ഈ സ്വർഗം ആർക്കാണ്? അവ്വാബ്, ഖേദിച്ചു മടങ്ങുന്നവൻ. സുഹൃത്തുക്കൾ, ആദ്യം വേണ്ടത് അതാണ്. എന്തറിയൂ, നമ്മുടെ തെറ്റുകളെക്കുറിച്ച് നമുക്കറിയാം, നമ്മൾ ചെയ്യുന്ന അപരാധങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ദയവ് ചെയ്ത് അത് നമ്മൾ അവസാനിപ്പിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. ആ തെറ്റുകളോടുകൂടെ നമുക്കൊരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. ആ തെറ്റുകളോടുകൂടെ നമുക്കൊരിക്കലും സ്വർഗത്തിൽ കയറാൻ പറ്റൂല. ആ തെറ്റ് മരിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് പരിഹരിക്കണം. എന്തിനാണ് സുഹൃത്തുക്കളെ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അള്ളാഹു നമുക്ക് ജീവൻ തിരിച്ചു തന്നതെന്ന് അറിയൂ? നമുക്ക് നമ്മുടെ ആത്മാവിനെ തിരിച്ചു തന്നത് എന്തിനാണ്? ഇന്നലെ ചെയ്ത തോന്നിവാസങ്ങളും ഇന്നലെ ചെയ്ത തെറ്റുകളും തുടരാൻ ഒരു ദിവസം അധികം തന്നതാണ്. ഇന്നലെ പോൺ വീഡിയോസ് കണ്ടില്ലേ? അന്യ സ്ത്രീകളുടെ മുഖത്ത് നോക്കി ആസ്വദിച്ചില്ലേ? തെറ്റുകളും തോന്നിവാസങ്ങളും പറഞ്ഞ് ആ സംസാരങ്ങളിൽ ആത്മനിർവൃതി കൊണ്ടില്ലേ? ഇനി ഒരു ദിവസം കൂടെ നമ്മളത് തുടർന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണോ രാവിലെ കണ്ണു തുറക്കാൻ ജീവൻ വീണ്ടും തന്നത്? അല്ല സുഹൃത്തുക്കളെ. ഒരു പണ്ഡിതൻ പറഞ്ഞു, വീണ്ടും നിങ്ങൾക്കൊരു ജീവിതം തന്നത് എന്തിനാണെന്ന് അറിയോ സുഹൃത്തുക്കളെ? ഇന്നത്തെ ഒരു ദിവസം കൂടെ തൗബ ചെയ്യാൻ. തെറ്റുകളിൽ നിന്ന് ഇതുവരെ മടങ്ങാത്തവരെ ഇന്നത്തെ ഒരു ദിവസവും കൂടി ഇന്നെങ്കിലും മടങ്ങിക്കോളും എന്ന് പറയാൻ. അല്ല, ഖബറിന് പുറത്ത് ഒരു ദിവസം കൂടെ അനുവദിച്ചു. എന്തിന്? ഖബറിലേക്ക് ഇറങ്ങി കിടക്കുവാൻ ഒരുങ്ങാൻ വേണ്ടി ഒരു ദിവസം കൂടെ. അങ്ങനെയാണോ ഒരു പ്രഭാതത്തെ നമ്മൾ കണ്ടത്? ഞാൻ ആലോചിക്കുന്നു, ഒരു അല്പാൽപമായിട്ടൊക്കെ എന്തെങ്കിലും തോന്നിവാസങ്ങൾ ജീവിതത്തിൽ ഇല്ലാത്തവർ കുറവാണ്. ആ സൂറത്ത് അൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ അള്ളാഹ് സ്വർഗം കിട്ടുന്ന ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. അതൊന്ന് വെറുതെ നിങ്ങളൊന്ന് എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വായിച്ചിട്ട് ഏതെങ്കിലും ഒന്ന് ഷോർട്ട് ഉണ്ടാവും. നമുക്ക് ശരിക്കൊന്ന് വായിച്ചു നോക്കണം. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് കുറവുണ്ടാവും. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കും അത് പറഞ്ഞിട്ടാണ് അള്ളാഹ് പറയണത്, അത് പറഞ്ഞിട്ടാണ് അള്ളാഹു പറയുന്നത് അത് ഞാൻ സ്വർഗം ഞാൻ ഈ ആളുകൾക്ക് കൊടുക്കുന്നു. തുടക്കത്തിൽ എന്തേ പറഞ്ഞു? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. വിശ്വാസികൾ വിജയിച്ചു. അവർ നിസ്കാരത്തിൽ ഭക്തിയുള്ളവരാണ്. ഒന്നില്ലെങ്കിൽ നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവില്ല, അല്ലെങ്കിൽ സക്കാത്ത് കൊടുക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ അനാവശ്യങ്ങളെ അവഗണിക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ സ്വകാര്യ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നുണ്ടാവില്ല. ഇതിലേതെങ്കിലും ഒന്ന് കുറവില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ഒന്നൊരു ആത്മപരിശോധന നടത്തൂ. നിങ്ങൾ സക്കാത്ത് കൃത്യമായി കൊടുക്കും, ഓക്കെ, നിസ്കാരം ഭക്തിയോടെ നിർവഹിക്കും, തഹജ്ജുദും കൂടി നിസ്കരിക്കും. എന്നാ സുഹൃത്തുക്കളെ, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലകത് ഐമാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ ഫമൻ ഇബ്തഗാ വറാഅ ദാലിക് ഫഉലൈക ഹുമുൽ ആദൂൻ. മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും, സ്വകാര്യതയിലെ മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കും. നോക്കൂല, ഒരു അന്യ പുരുഷൻ മനസ്സിലില്ല, ഒരു അന്യ സ്ത്രീ മനസ്സിലില്ല. സുഹൃത്തുക്കൾ, അങ്ങനെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ? ആത്മാർത്ഥമായൊന്ന് മനസ്സിനോട് ചോദിക്കൂ. ഉറപ്പ സ്വർഗം. ഇപ്പം നമ്മളാരെയും മനസ്സിൽ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ, ഒരു വൃത്തികേട് കാണാൻ മനസ്സ് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ, ഫോണൊന്ന് ഒഴിഞ്ഞു കിട്ടി ബാത്റൂമിലോ ബെഡ്റൂമിലോ വാതിലടച്ച് ഒരു തിന്മ കാണാൻ മനസ്സ് കൊതിക്കുന്നില്ലെങ്കിൽ, സുഹൃത്തുക്കളെ, നമ്മൾ ആ സ്വർഗത്തിൻ്റെ കൂട്ടത്തിലാണ്. അല്ലെങ്കിൽ മടങ്ങണം. ഞാൻ പറയുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. എല്ലാ തലമുറയിൽപ്പെട്ട ആളുകൾക്കും. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ചെറുപ്പക്കാരായ കുട്ടികൾ ഒരു 14 വയസ്സ് 15 വയസ്സാകുമ്പോൾ നമ്മൾ ആൺകുട്ടികൾക്ക് ഈ ഹോർമോണും ഈ ചിന്തകളൊക്കെ വരും. അവരെ കൂടെ ക്ലാസ്സിലും കോളേജിലും പഠിക്കുന്ന പെൺകുട്ടികൾ അത്രമാത്രം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് വരുന്നത്. അവർ നോക്കും, അവരിൽ വികാരങ്ങൾ ഉണ്ടാകും.
അവരുടെ കയ്യിൽ ഫോണുണ്ട്, അതിൽ അശ്ലീലങ്ങൾ അവർ കാണും. പക്ഷെ നിങ്ങൾ മാതാപിതാക്കൾക്ക് നിങ്ങൾക്കത് അറിയാൻ പറ്റും? ഒരിക്കലും അറിയാൻ പറ്റില്ല. നിങ്ങൾ കണ്ടുപിടിക്കാൻ ഒരിക്കലും പറ്റില്ല. അവരൊരു പക്ഷേ രതി വൈകൃതങ്ങളുടെ ലോകത്തായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്ക് മുന്നിൽ ചിരിക്കുമ്പോഴും നിങ്ങളോട് ഇടപഴകുമ്പോഴും അവൻ്റെ മനസ്സിൽ ഈ തിന്മ നിറഞ്ഞു കൊണ്ടിരിക്കും. എപ്പോഴാണ് അത് പുറത്തേക്ക് വരിക? നിങ്ങൾ രണ്ട് സന്ദർഭങ്ങളിൽ. ഒരു സന്ദർഭം ഏതാണെന്ന് ചോദിച്ചാൽ, അവസാനം ഈ രോഗം കഠിനമായി വന്ന് അവൻ ഒന്നിനും കഴിയാത്ത അവസ്ഥ വരും. അങ്ങനെ വരും. ഒന്നിനും കഴിയില്ല, പഠിക്കാൻ കഴിയൂല, അവന് പ്രാർത്ഥിക്കാൻ പറ്റൂല, ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു പ്രതിസന്ധിയിലേക്ക് അവൻ വരും. അപ്പം നമ്മൾ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും. ഒരു പയ്യൻ എൻ്റെ അടുത്ത് കൊടുന്നു. അവൻ ഭയങ്കര നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, മെഡിസിന് വേണ്ടി പഠിക്കുന്ന ആളാണ്. എത്രയോ കൗൺസിലർമാരും ആളുകളൊക്കെ വല്ല ഉയർന്ന റാങ്കിൽ മെഡിക്കൽ കോളേജ് കിട്ടിയ ആളാണ്. പക്ഷെ ഇപ്പോൾ ഒരു പേപ്പറും പാസ്സാകണില്ല. അവസാനം ഡോക്ടർ പറഞ്ഞ, അവിടുത്തെ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൾ പറഞ്ഞു, ഈ പരീക്ഷയ്ക്കുണി തോറ്റാൽ പിന്നെ ഇവിടെ ഉണ്ടാവില്ല. നാട്ടിലെല്ലാവരും അവൻ ഡോക്ടറായി വരുന്നത് ഇങ്ങനെ അയലോക്കക്കാരും നാട്ടിലും കാത്തു നിൽക്കുകയാണ്. ഇവൻ ഡോക്ടറാകുന്നൊരു ലക്ഷണമല്ല. എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ അവനോട് രഹസ്യമായി ചോദിച്ചു, പഠന വൈകല്യത്തെക്കുറിച്ചല്ല ചർച്ച, എനിക്ക് ഉറപ്പാണ് നന്നായി പഠിച്ചിരുന്നൊരു കുട്ടിക്ക് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവണമെങ്കിൽ അവനൊരു രോഗിയാവണം. എന്ത് രോഗി? ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായ രോഗി. ഞാൻ അവിടെ പറഞ്ഞു, നീ ഒക്കെ തുറന്നു പറയണം, എല്ലാം തുറന്നു പറയണം. അവൻ എന്നോട് തുറന്നു പറഞ്ഞു. ആ തുറന്നു പറഞ്ഞപ്പോൾ എന്താ നിങ്ങൾ ഈ വീഡിയോസ് കാണുക, എന്നിട്ട് ഏതെങ്കിലും വൈകല്യങ്ങളായ വഴികൾ ഉപയോഗിച്ചിട്ട് അവൻ്റെ ലൈംഗികമായ സംതൃപ്തി കരസ്ഥമാക്കാനുള്ള കൃത്രിമമായ പ്രകൃതി വിരുദ്ധമായ വഴികൾ. ഇതാണ് അവൻ്റെ ജീവിതം. മനസ്സിലായില്ലേ? പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഞാൻ പറഞ്ഞതുപോലെ 21 ദിവസം നീ മുന്നോട്ട് പോയാൽ നിൻ്റെ പ്രശ്നങ്ങൾ പരിഹാരമാകും. അത് കഴിഞ്ഞിട്ട് പരിഹാരമാകുന്നില്ലെങ്കിൽ നീ വിളിക്ക്, ഇത് പരിഹരിച്ചിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ അവൻ വിളിച്ചില്ല. അതിൻ്റെ കാരണം അവൻ്റെ ഇത് പരിഹരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾ പറഞ്ഞത്, നമ്മുടെ കുട്ടികൾ ആ ലോകത്തേക്ക് പോകുന്നു സ്വകാര്യമായി. ഇതിൽ അവർ മാത്രമാണോ സുഹൃത്തുക്കളുള്ളത്? അല്ല, മുതിർന്ന ആളുകൾ. എനിക്ക് കിട്ടുന്ന കംപ്ലൈൻറ്റിൽ 60 വയസ്സിന് മുകളിലുള്ളവർ, 60 വയസ്സ് വരെ അങ്ങനെ ചെയ്തിട്ടില്ല. 60 വയസ്സ് കഴിഞ്ഞിട്ട് അന്യന് പെണ്ണുങ്ങൾക്ക് ചാറ്റ് ചെയ്തിട്ടും ഫോൺ വിളിച്ചിട്ടും വേലക്കാരികളും മറ്റുള്ളവരും പരിസരത്തുള്ളവരും അങ്ങാടിയിലുള്ളവരും ഒക്കെ വായ നോക്കി നടക്കുന്ന എത്ര ആളുകളുടെ കഥകൾ മക്കൾ പറയുന്നുണ്ട്, ഭാര്യമാർ പറയുന്നുണ്ട്. പെണ്ണുങ്ങളെ പറ്റി പറയുന്നില്ലേ സുഹൃത്തുക്കളെ? ഒരു സഹോദരി അടുത്ത ദിവസം വിളിച്ചാൽ, അവർ SSLC ബാച്ചിൻ്റെ സംഗമത്തിന് പോയതാണ്. അപ്പോൾ SSLCക്ക് പഠിച്ച ഒരുത്തനെ കണ്ട്, എത്ര അവർക്കൊക്കെ പ്രായം തരങ്ങൾ 40-50 വയസ്സായ, എന്നിട്ട് അവന് ചാറ്റ് ചെയ്യുക. അയാൾക്ക് ഇതുപോലെ കുട്ടികളുടെ മക്കളുണ്ട്. അപ്പോൾ ഈ സ്ത്രീ പറയണം, എന്താ അറിയോ, ഞാൻ നിസ്കരിക്കും, ഞാൻ ഖുർആൻ പഠിപ്പിക്കുന്ന ആളാണ്, പക്ഷെ ആ ചാറ്റിങ് തുടങ്ങിയപ്പോൾ എനിക്ക് നിർത്താൻ പറ്റണില്ല, ഭയങ്കര മനസാക്ഷി കുത്ത്, ഞാൻ കരച്ചിലാണെന്നും എനിക്കിത് നിർത്താൻ പറ്റുന്നില്ല എന്ന് ആലോചിച്ച് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കും. എനിക്ക് നിർത്താൻ ഒരു വഴി പറഞ്ഞു തരും. ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിക്കുന്നു, എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കുന്നു, അള്ളാഹുവിനെ വഞ്ചിക്കുന്നു, എനിക്കൊന്ന് നിർത്തണം എന്നാണ്. ആലോചിച്ച് നോക്ക് നിങ്ങൾ, പ്രായ വ്യത്യാസമില്ല ആളുകൾക്ക്. സഹോദരങ്ങളെ, ഞങ്ങൾക്കോട് പറയാനുള്ളത്, അവ്വാബ്, ഖേദിച്ചു മടങ്ങുന്നവർക്കേ സ്വർഗമുള്ളൂ. ഹഫീദ്, ഒക്കെ അല്ല കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുള്ള സൂക്ഷ്മത. മൻ ഖശിയർ റഹ്മാന ബിൽ ഗൈബ് വജാഅ ബിഖൽബിൻ മുനീബ്. അല്ലാഹുവിനെ അദൃശ്യമായി ഭയപ്പെടുക. അല്ല കാണും. പാസ്വേഡ് ഇട്ട് ഭർത്താവ് കാണാതിരിക്കാൻ, ഭാര്യ കാണാതിരിക്കാൻ, മക്കൾ കാണാതിരിക്കാൻ ഒക്കെ നമുക്ക് പറ്റും. പക്ഷെ അള്ളാഹു കാണാതിരിക്കോ സുഹൃത്തുക്കളെ? അല്ല കാണും. അലാ യഅലമു മൻ ഖലഖ് വഹുവൽ ലത്തീഫുൽ ഖബീർ. സൃഷ്ടിച്ചുണ്ടാക്കിയ പടച്ചോന് മനസ്സെന്തായാലും കാണാൻ പറ്റൂലേ സുഹൃത്തുക്കളെ? അതുകൊണ്ട് കാണും. അള്ളാഹുവിനെ അദൃശ്യമായി ഭയപ്പെടുക, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക, തിന്മകളിൽ നിന്ന് മടങ്ങണം, സ്വകാര്യ ജീവിതത്തിലെ തെറ്റുകളിൽ നിന്ന് മടങ്ങണം. ഒരു സുഹൃത്ത്, ഇന്ന് ഞങ്ങൾ യാത്ര ചെയ്തു പോരുമ്പോൾ കുറേ ദീർഘയാത്ര ആയതുകൊണ്ട് കുറേ ആളുകളുടെ പ്രശ്നങ്ങൾ ഫോണിൽ പരിഹരിച്ചു കൊടുക്കാൻ അള്ളാഹിനെ തൗഫീഖ് കൊണ്ട് പറ്റി. അതിന് എന്നോട് സുഹൃത്ത് പറഞ്ഞാൽ എന്താ അറിയോ, അയാളും ഭാര്യയും കൂടെ ഉംറയ്ക്ക് പോയ സമയത്ത് അയാൾക്ക് ഭാര്യയുടെ പെരുമാറ്റത്തിൽ ആ ഗ്രൂപ്പിലുള്ള ഏതൊക്കെയോ ആളുകളോട് ഭാര്യ ഇങ്ങനെ മോശമായി ഒരു ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ എന്ന് അയാൾക്കൊരു തോന്നൽ. അപ്പോൾ ഞാനതിൻ്റെ വിശദ വിവരങ്ങൾ ചോദിച്ചു നോക്കുമ്പോൾ ഒരിക്കലും അങ്ങനൊന്നുമില്ല. അത് അയാളുടെ ഒരു സംശയം മാത്രമാണ്. സ്വന്തം ഭാര്യ ആവുമ്പോൾ ഏതെങ്കിലും നിലക്കൊരു സംസാരം നല്ല നിലക്ക് നടത്തിയാൽ പോലും സംശയം വരും. കാരണം നമ്മളെ ഭാര്യ എപ്പോഴും നമ്മുടേതായിരിക്കണം നമ്മൾ ആഗ്രഹിക്കൂലേ? നമ്മുടെ ഭർത്താവ് എപ്പോഴും നമ്മുടേതായിരുന്ന ആഗ്രഹിക്കും. അപ്പം സ്വാഭാവികമായും എന്തുണ്ടായിരിക്കും, ഒരു ചെറിയ നിലക്ക് സ്വന്തം വാപ്പാനോട് നമ്മുടെ ഭാര്യ സംസാരിച്ചാൽ പോലും സംശയം വരും ചില ആളുകൾക്ക്. അത്രമാത്രം സ്വാർത്ഥത നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാരുടെ കാര്യത്തിലുണ്ട്. ഒരിക്കലും ആ സ്ത്രീൻ്റെ അടുത്ത് ഒരു തെറ്റില്ല എന്ന് എനിക്ക് മനസ്സിലായി.
അപ്പം ഞാൻ ആ സുഹൃത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഈ തെളിവില്ലാതെ പറയുന്നതിൻ്റെ ഗൗരവം നിങ്ങൾക്കറിയൂ. ഞാനൊരു പ്രധാന വിഷയം നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഞാനിപ്പോൾ. നിങ്ങൾക്കറിയൂ, അതായത് നിങ്ങളുടെ ഭാര്യ അയൽവാസിയായ ഒരു അന്യപുരുഷൻ്റെ കൂടെ കിടന്നുറങ്ങുന്നതോ അല്ലെങ്കിൽ മോശമായ പ്രവർത്തനം നിങ്ങൾ കണ്ടിട്ട് അവളോട് പറയാണ്, നീ ഇത്രയൊരു വൃത്തികേട് ചെയ്തല്ലോ എന്ന് പറയുന്നതും, നീ എന്ത് ചെയ്തു, നമ്മൾ പോയ ഗ്രൂപ്പിലെ ഒരുത്തനോട് നീ മോശമായി പെരുമാറി എന്ന് പറയുന്നതും ഒരുപോലെയാണ്. എന്തുകൊണ്ടാണ്? നിന്നെ എനിക്ക് വിശ്വാസമില്ല എന്ന് നിങ്ങൾ അവളോട് പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ എന്താ? അതോടുകൂടി ആ ബന്ധം അവസാനിച്ചു. അതാണ് സുഹൃത്തുക്കൾ. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളെ നോട്ടൊരു ശരിയില്ല, നിങ്ങളെ കാഴ്ച ഒരു ശരിയില്ല, നിങ്ങളെ ഫോണൊരു ശരിയില്ല എന്ന് നമ്മൾ പറയുന്നൊരു ഘട്ടം വരുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, അന്യ സ്ത്രീകളുടെ കാര്യത്തിൽ എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തിരിച്ചും അങ്ങനെയാണ്. ഇത് പറഞ്ഞാൽ എന്താ അറിയോ? വിശ്വാസം പോയി, ബന്ധം പോയി, സ്നേഹം പോയി, ഹൃദയത്തിൽ വെറുപ്പ് വന്നു. പിന്നെ വളരുക അകൽച്ചയാണ്. പിന്നെ വളരുക സ്നേഹമല്ല, പിന്നെ വളരുക അകൽച്ചയാണ്. അതിനെന്താ വേണ്ടത് സുഹൃത്തുക്കളെ? വിവാഹം കഴിഞ്ഞ ഒരാൾ സംശയാസ്പദമായ ഒരു പെരുമാറ്റം പോലും ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചോളൂ. സംശയാസ്പദമായ ഒരു പെരുമാറ്റം. നിങ്ങൾക്കൊരു ഭർത്താവുണ്ടോ, നിങ്ങളുടെ ഭാഗത്ത് സംശയാസ്പദമായ ഒരു പെരുമാറ്റം തെറ്റല്ല, തെറ്റല്ല. സംശയിക്കുന്നൊരു കാര്യം പോലും ഉണ്ടാകാൻ പറ്റും. നിങ്ങൾക്ക് ഭാര്യയുണ്ടോ, നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംശയമുണ്ടാകുന്നൊരു കാര്യം പോലും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായാൽ നിങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം അവിടെ തകരും. അവിടെ സുഹൃത്തുക്കളെ, ഒരു കാരണവശാലും അന്യമായ ചാറ്റിങ്ങുകളോ അവിഹിതമായ ബന്ധങ്ങളോ ഒന്നുമില്ലാതിരിക്കാൻ തീരുമാനിക്കണം. ഇനി നോക്കൂ, നിങ്ങൾ ഒരാൾ ചാറ്റ് ചെയ്താൽ എന്താണ്? അയാൾക്ക് മക്കളുണ്ടാവും. മക്കളുണ്ടാവൂലേ? എന്നെ എത്രയോ മക്കൾ വിളിച്ചത് എനിക്കറിയാം. ഉമ്മയുടെ ചാറ്റിങ്, വാപ്പ ഗൾഫിലുള്ളപ്പോൾ ഉമ്മ ചാറ്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിച്ച പെൺമക്കളെയും ആൺമക്കളെയും എനിക്കറിയാം. ഭർത്താവിൻ്റെ ചാറ്റിങ് പിടിച്ച ഭാര്യമാരുണ്ട്, ഭാര്യമാരുടെ ചാറ്റ്. ഇപ്പം എന്താവും? നമ്മുടെ പിതാവ്, നിങ്ങളുടെ വാപ്പ ചാറ്റ് ചെയ്യുന്നത് ഒരു കുട്ടി കണ്ടാൽ ആ കുട്ടിക്ക് പിന്നെ അയാൾ വാപ്പയല്ല, ആ വാപ്പ മരിച്ചു. വാപ്പ എന്ന് പറഞ്ഞാൽ എന്തുമാത്രം ആദരവുള്ളൊരു വ്യക്തിയാണ്. ഒരിക്കലും ആ ആദരവ് തോന്നില്ല, വെറുപ്പായിരിക്കും, അത്രമാത്രം വെറുപ്പ്. ഒരു സഹോദരി പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഇങ്ങനെ അശ്ലീല വീഡിയോ കാണുന്നതും പെണ്ണുങ്ങൾക്ക് ചാറ്റ് ചെയ്യുന്നതും രാത്രി ഉറക്കത്തിൽ ഇങ്ങനെ ഉറങ്ങിയ പോലെ കിടന്നിട്ട് ഞാൻ ഇങ്ങനെ കാണുകയാണ് രാത്രി 1 മണി. അത് കണ്ടതിന് ശേഷം ഞാൻ എന്താ പറയുക, അയാളുടെ റൂമിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല, അയാൾ ഡ്രസ്സ് ഞാൻ അലക്കിയിട്ടില്ല. അത് ഞാൻ അയാളുടെ പ്രതിഷേധത്തിന് അലക്കാതിരിക്കും. എനിക്ക് ആ ഡ്രസ്സ് തൊടാൻ പറ്റില്ല. ഇതുവരെ അയാളുടെ വിയർപ്പ് എനിക്ക് മണമുണ്ടായിരുന്നില്ല, ഇപ്പോൾ അയാളുടെ വിയർപ്പ് എനിക്ക് അറപ്പാണ്. ഞാൻ എൻ്റെ കൈ കൊണ്ട് ചായ അയാളുടെ കയ്യിൽ കൊടുക്കാറില്ല. ഞാൻ ചായ ഡൈനിങ് ടേബിളിൽ വെക്കും, അയാൾ എടുത്ത് കഴിക്കും. നിങ്ങളെ വെറുക്കും, നിങ്ങളുടെ മക്കൾ വെറുക്കും, നിങ്ങളുടെ ഭാര്യമാർ വെറുക്കും, നിങ്ങളുടെ ഭർത്താക്കന്മാർ വെറുക്കും. നിങ്ങൾ വിചാരിക്കും അത് കണ്ടുപിടിക്കില്ലെന്ന്. കണ്ടുപിടിക്കും സുഹൃത്തുക്കളെ, തീർച്ചയായും കണ്ടുപിടിക്കും. നിങ്ങൾ എങ്ങനെ സേവ് ചെയ്താലും എന്ത് പാസ്വേഡ് ഇട്ടാലും ഒരു ദിവസം അത് കണ്ടുപിടിക്കും. അന്ന് നിങ്ങളുടെ ബന്ധങ്ങൾ അവസാനിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വകാര്യതയെ സൂക്ഷിക്കണം. നമ്മുടെ കുടുംബ ബന്ധങ്ങൾ മുന്നോട്ട് പോകാൻ, നമുക്ക് സ്വർഗം കിട്ടാൻ നമ്മൾ ഈ തിന്മകളിൽ നിന്നും മാറി നിൽക്കണം. ഒരു തിന്മയും നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ഗുണവും ഉണ്ടാവില്ല. ഒരു സംശയം, ഒരു തിന്മയും. നിങ്ങൾ അന്യൻ്റെ 10 രൂപ അധികമായി എടുത്താൽ നിങ്ങൾക്ക് സമ്പത്തിൽ ബർക്കത്തുണ്ടാവില്ല. നിങ്ങളുടെ ശരീരത്തിൽ ഒരു തിന്മ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആരോഗ്യത്തിന് ബർക്കത്തുണ്ടാവില്ല. നമ്മൾ നല്ലവരായി ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സൂക്ഷിക്കുന്നവർക്ക് അല്ലാഹു നല്ല വഴികൾ കാണിച്ചു കൊടുക്കും. സൂക്ഷ്മത കാണിക്കുന്നവർക്ക്, ചെലവഴിക്കുന്നവർക്ക്, തഖ്വയുള്ളവർക്ക്, അവർക്ക് അല്ലാഹു ജീവിതത്തിൽ എളുപ്പം കാണിച്ചു കൊടുക്കുന്ന, അവർക്ക് എല്ലാ രൂപത്തിലും മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് അല്ലാഹു പറയും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സ്വർഗത്തേക്കല്ലേ നമുക്ക് പോകേണ്ടത്? ആദ്യം നമ്മൾ ഓരോരുത്തരും നമ്മുടെ വ്യക്തി ജീവിതത്തെ നന്നാക്കാൻ നമ്മൾ പരിശ്രമിക്കണം. അവിടെ നിന്നാണ് സുഹൃത്തുക്കളെ തുടക്കം. ഒരു കുടുംബം എന്ന നിലക്ക് നമ്മൾക്ക് എല്ലാവർക്കും കുടുംബത്തിൽ സ്വർഗത്തിൽ ഒന്നിച്ചിരിക്കണം എന്നാണ്. സ്വർഗത്തിൽ എന്തൊക്കെ സന്തോഷമുണ്ട് അല്ലേ? നല്ല ഭക്ഷണങ്ങളില്ലേ സുഹൃത്തുക്കളെ? അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനി ഫയഖൂലു ഹാ ഉംഖറഉ കിതാബിയ
ഇന്നി ളനന്തു അന്നീ മുലാഖിൻ ഹിസാബിയ ഫഹുവ ഫീ ഈശത്തിർ റാദിയ. സംതൃപ്തകരമായ ജീവിതത്തിലാണവൻ. ഖുതൂഫുഹാ ദാനിയ, പഴങ്ങളൊക്കെ അങ്ങനെ അടുത്ത് വരും. ഖുതൂഫുഹാ ദാനിയ കുലൂ വശ്റബൂ ഹനീഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ. തിന്നോ കുടിച്ചോ, നല്ല ഭക്ഷണമുണ്ട്, നല്ല വസ്ത്രങ്ങളുണ്ട്, നല്ല ആഭരണങ്ങളുണ്ട്, നല്ല ഭവനങ്ങളുണ്ട്. പക്ഷേ സുഹൃത്തുക്കൾ, അവിടുത്തെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താ അറിയോ? കുടുംബമാണ്. കുടുംബമാണ് ഏറ്റവും വലിയ സന്തോഷം. ഭാര്യമാരും ഭർത്താക്കന്മാരും തുഹ്ബറൂൻ, അവരൊന്നിച്ച് സ്വർഗത്തിൽ ആഹ്ലാദിച്ചു കൊണ്ടിരിക്കും. മുത്തഖീന അലൈഹ മുതഖാബിലിൻ, അന്യോന്യം തിരിഞ്ഞിരുന്ന് ആസ്വദിച്ചു കൊണ്ടിരിക്കും. ഹും വഅസ്വാജുഹും അലൽ അറായികി മുത്തഖിഊൻ, അവരും ഇണകളും സ്വർഗത്തിൽ ചേർന്നിരിക്കും. സുഹൃത്തുക്കളെ, വിശ്രമമുള്ളൊരു ജീവിതം എന്നും നമ്മുടെ ദാമ്പത്യത്തിൻ്റെ ഏറ്റവും ആഹ്ലാദകരമായ ജീവിതം, അതാ സ്വർഗം. അപ്പോൾ സ്വർഗത്തിൽ നമ്മൾ ഒന്നിച്ചുണ്ടാവണം. അതിനെന്താ വേണ്ടത്? നമ്മൾ ഓരോരുത്തരും നമ്മുടെ കടമകൾ നിർവഹിക്കണം. ഞാൻ ആദ്യം പറയട്ടെ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോട്, ആണുങ്ങളോടാണ്, കല്യാണം കഴിച്ച ആളുകളോട്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മനസ്സെന്താ അറിയുങ്ങൾ, ഇന്ന് ഏറ്റവും അധികം മാനസിക വേദന അനുഭവിക്കുന്ന രക്ഷിതാക്കൾ ആരാന്ന് ചോദിച്ചാൽ, പെൺകുട്ടികളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് അവർക്കൊരു നല്ല ജീവിതം കിട്ടുന്നില്ലല്ലോ എന്നാലോചിച്ച് മനസ്പ്രയാസപ്പെടുന്ന രക്ഷിതാക്കളുടെ വേദനയാണ് എൻ്റെ ഏറ്റവും വലിയ വേദന. ഞാൻ പറഞ്ഞത്, ദാമ്പത്യം പരാജയപ്പെട്ടിട്ട് ദമ്പതികൾ അനുഭവിക്കുന്ന വേദനയാണ്. പക്ഷെ എനിക്ക് വേദനയായി തോന്നുന്നത്, നമ്മളൊരു മകളെ കല്യാണം കഴിച്ച് കൊടുത്ത് അവളെ കല്യാണം കഴിച്ചവൻ്റെ അടുക്കുന്ന അവൾക്കൊരു ജീവിതം കിട്ടണില്ല. അങ്ങനെ വരുമ്പോൾ അതാലോചിച്ചിട്ട് അവളിങ്ങനെ വന്ന് സങ്കടം പറയാൻ, അമ്മ എനിക്കൊന്നും എൻ്റെ നോക്കണില്ല, എനിക്കൊന്നും തരുന്നില്ല, എൻ്റെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ കുട്ടികളോടായൊരു സ്നേഹമില്ല, ഞാൻ അവിടെ എങ്ങനെയാണ് ജീവിച്ചു പോകുന്നത്, എൻ്റെ ഒരു വിധി എന്താണ് എന്ന് നിങ്ങളുടെ മകളിങ്ങനെ വന്ന് പറഞ്ഞാൽ ഹൃദയം പൊട്ടിപ്പോകും സുഹൃത്തുക്കളെ. നമുക്കൊരു രാത്രി പോലും ഉറങ്ങാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത്, അതിൻ്റെ ഉത്തരവാദിത്തം ആർക്കാണ് സുഹൃത്തുക്കളെ? ഞാൻ പറഞ്ഞത് വളരെ നിസ്സാരമായി പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ വിവാഹം കഴിച്ച ചെറുപ്പക്കാർക്ക് എത്ര ഈസി ആയിട്ട് അവരുടെ ഉത്തരവാദിത്വം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന സുഹൃത്തുക്കളെ, ഏറ്റവും വലിയ വേദന എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് കൊടുത്തിട്ട് ആ കുട്ടികൾക്ക് ഒരു ജീവിതം കിട്ടുന്നില്ല വേദനയാണ്. ഞാനത് പറയാൻ കാരണം, പല പ്രശ്നങ്ങളും പറയാൻ ആൾക്കാർ ഫോണിൽ വിളിക്കുമ്പോൾ ഈ പെൺകുട്ടികളുടെ രക്ഷിതാക്കൾ വിളിക്കുന്ന ആ ഫോണ് അത്രമാത്രം വേദനാജനകമാണ് അവരുടെ സംസാരങ്ങൾ. അപ്പോൾ ഞാൻ ചിന്തിക്കും, ഇവരുടെ വേദന അവസാനിക്കാൻ ഒരു പ്രശ്നമില്ല. ആ കല്യാണം കഴിച്ച ആ വ്യക്തി കാണിക്കേണ്ട ഒരു ഉത്തരവാദിത്തം ഉണ്ടല്ലോ സുഹൃത്തുക്കൾ, ആ ഉത്തരവാദിത്തമാണ് അയാൾ നിർവഹിക്കേണ്ടത്. ഒരു പെൺകുട്ടിനെ കെട്ടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ദയവ് ചെയ്ത് ഈ കല്യാണം കഴിച്ച ആണുങ്ങളൊക്കെ ഒന്ന് ഈ കുടുംബ സമ്മേളനത്തിൽ ഒന്ന് മനസ്സിരുത്തി മനസ്സിലാക്കണം. എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികളെ കുറിച്ചുള്ള ഒരു മനോഭാവം എന്താന്ന് വിചാരിച്ചാൽ, മറ്റു സമുദായങ്ങളിലൊക്കെ ആണെങ്കിൽ അവർക്ക് എല്ലാം കൊടുത്ത് അനന്തരാവകാശ സ്വത്തും കൂടി കൊടുത്തിട്ട് അവരെ പറഞ്ഞേക്കാം. കെട്ടിച്ചാൽ എല്ലാം തീർന്നു എന്നാണ്, വീട്ടിലത്തെ എല്ലാ ബന്ധവും അവസാനിച്ചു എന്നാണ്. ഇസ്ലാമിൽ അങ്ങനെയല്ല. വാപ്പൻ്റെ അനന്തരാവകാശം പിന്നെ അവൾക്ക് കിട്ടും അല്ലേ? കല്യാണം കഴിച്ച് പോയി വിചാരിച്ചിട്ട് അനന്തരാവകാശം കിട്ടാതൊക്കെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിന്നെ ആ ഭർത്താവിൻ്റെ ഒരു രക്ഷ കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർക്ക് എവിടെയും പോകാൻ പറ്റൂല. അതുകൊണ്ടാണ് പരാജയപ്പെട്ടു പോയ ദാമ്പത്യങ്ങളിൽ ഈ പെൺകുട്ടിൻ്റെ കല്യാണം കഴിഞ്ഞ് അവൾ പോയി കഴിഞ്ഞാൽ പല പെൺകുട്ടികളും വിവാഹം പരാജയമാണ്. അവർ ചോദിക്കും, എനിക്ക് ഭർത്താവ് ഇല്ലാതെ ജീവിക്കുകയാണെങ്കിൽ ഇതിലേറെ സമാധാനത്തോടെ ജീവിക്കാമല്ലോ എന്ന് പറയുന്ന പെൺകുട്ടിയും എന്തുകൊണ്ടാണ് ഭർത്താവിൻ്റെ കൂടെ നിൽക്കണേ അറിയോ? അവൾക്ക് പോകാനൊരു ഇടമില്ല. അതുകൊണ്ടാണ് നിൽക്കണേ. അവൾക്ക് പോകാനൊരു സ്ഥലമില്ല. അതല്ലാതെ ഇവരെ യോഗ്യത കൊണ്ടോ ഇവർ സംരക്ഷിക്കുന്നുണ്ടോ നിൽക്കണമല്ല. പോകാനൊരിടമില്ല. ഞാൻ എങ്ങോട്ടേക്ക് പോകുന്നതാണ്. വീട്ടിൽ പോയി നിന്നാലേ കുറച്ച് ദിവസം നിൽക്കുമ്പോഴേക്കും എന്ത് ചെയ്യുന്ന കാര്യങ്ങൾ അവൾക്ക് തോന്നാണ്. വീട്ടുകാർക്ക് പ്രശ്നമൊന്നുമില്ല. അവൾക്ക് തോന്നും, എന്ത്, ഞാനിവിടെ നിൽക്കുന്നത് ആങ്ങളക്ക് ബുദ്ധിമുട്ടായോ, ഉമ്മാക്ക് ബുദ്ധിമുട്ടായോ, വാപ്പക്ക് ബുദ്ധിമുട്ടായോ എന്ന് അവൾക്ക് തോന്നും. എന്തിന്? വെറുതെ നല്ല ദാമ്പത്യത്തിലൊന്ന് വീട്ടിൽ വിരുന്ന് പോയാൽ പോലും അവൾക്ക് തോന്നുന്നൊരു ഫീലിംഗ് അതാണ്. ഇനി അതൊന്നുമില്ല വിചാരിച്ചോളൂ നിങ്ങൾ. ഒരു മാസമൊക്കെ ആയാൽ അയൽവാസി വിളിച്ചിട്ട് ചോദിക്കും, എന്തപ്പോ വിരുന്നിട്ട് ഇവള് പോവാത്തത്, എന്തേലും പ്രശ്നമുണ്ടോ ചോദിക്കും. അയൽവാസി ചോദിക്കും, അടുത്താണ്. ഇതുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത്.
സുഹൃത്തുക്കളെ, നിങ്ങൾക്കറിയൂ, നിങ്ങൾക്ക് അവൾ ജീവിതം തന്നിരിക്കുകയാണ്. 19 വയസ്സ് വരെ വളർത്തി വാപ്പ പിടിച്ചിട്ട് നിങ്ങളെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഇനി നീയാണ് ഒരു രക്ഷിതാവ്. ശക്തമായ ഒരു കരാറാണ് പെണ്ണുങ്ങൾ നിങ്ങളിന്ന് സ്വീകരിച്ചിരിക്കുന്നതെന്നാണ്. സുഹൃത്തുക്കളെ, ശരിക്കും ആലോചിച്ചോളൂ. ഞാൻ ഇന്നും ആ ആയത്തിന്റെ തഫ്സീർ നോക്കി, നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കിയത്, ആണുങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. ഏതാ തഫ്സീർ അറിയങ്ങൾ? വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ വല്ലദീനഹും ബിശഹാദാതിഹിം ഖായിമൂൻ. സ്വർഗം കിട്ടുന്ന ആൾക്കാരെ ഗുണം അല്ല പറയാം. സ്വർഗം കിട്ടും എന്ന് പറഞ്ഞിട്ട് അല്ല പറയണ വിശേഷണങ്ങളാണെന്ന് തരൂ. അമാനത്ത് നിർവഹിക്കും. എന്താ അമാനത്ത്? ഇമാം നാസിർ സഅദി റഹ്മത്തുള്ളാഹി വിശദീകരിക്കുന്നുണ്ട്. കരാറുകളും അമാനത്തുകളും. അള്ളാഹിനോടുള്ള കടമ നിർവഹിക്കണം, മറ്റുള്ളവരുടെ കടമ നിർവഹിക്കണം. നാം ഏറ്റെടുത്ത കരാർ, ആകെ ഒരു കരാറേ നിങ്ങൾ ചെയ്തിട്ടുള്ളൂ മനുഷ്യരോട്. എന്താണ് ആ കരാർ? പള്ളിയുടെ രജിസ്റ്ററിൽ എഴുതി ഒപ്പിട്ട് 2 സാക്ഷിയെ നിർത്തി ഓഡിറ്റോറിയത്തിൽ വെച്ച് പരശ്രദ്ധം ജനങ്ങളെ കൂട്ടിയിട്ട് നിങ്ങൾ പറഞ്ഞൊരു കരാറുണ്ട്. എന്തറിയോ? ഞാൻ ഏറ്റെടുത്തു, ഞാൻ തൃപ്തിപ്പെട്ടു, ഞാൻ സ്വീകരിച്ചു. എന്ത് സ്വീകരിച്ചു? ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ മകളെ ഏതുപോലെ സംരക്ഷിച്ചോ അതിനേക്കാളും ഭംഗിയായി നോക്കാമെന്ന് ഞാൻ ഏറ്റുന്നാണ്. ഞാൻ ആത്മാർത്ഥമായി പറയാണ്, സ്വർഗം ആഗ്രഹിക്കുന്നവരെ, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയോട് ചോദിക്കുക, എന്തെങ്കിലും എനിക്ക് പരലോകത്ത് നിന്റെ സംരക്ഷണത്തിൽ വീഴ്ച പറ്റുന്ന ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് പറയണം. ഇന്നത്തെ രാവിൽ നിങ്ങൾ അവളോട് പറയേണ്ടത് അതാ. ഒരു സംശയവും വേണ്ട. അവളുടെ സംതൃപ്തി നിങ്ങൾക്ക് ആവശ്യമാണ്. ആണുങ്ങൾ പറയും പെണ്ണുങ്ങളോട്, ഒരു നിലക്കും സംരക്ഷിക്കാതെ അവൾ എന്തെങ്കിലും പ്രതികരിക്കുമ്പോൾ പറയും, നല്ലോണം ഓർത്ത് സംസാരിച്ചോ, ഇന്റെ തൃപ്തി ഇല്ലെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടൂല. ഭീഷണിപ്പെടുത്താൻ വേണ്ടി പറയുന്നൊരു വചനമാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം സുഹൃത്തുക്കളെ, നിങ്ങളുടെ ഭാര്യയുടെ തൃപ്തിയും നിങ്ങൾക്ക് വേണം. ഞാൻ ബാക്കി പറയുന്നുണ്ട്, മനസ്സിലായി? ഒരു ജീവിതം തൻ്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടിട്ട് മക്കളെയും ഉമ്മയെയും വാപ്പയെയും വീടും ബാത്റൂമും നോക്കാൻ തടവറയിൽ പാർപ്പിച്ച് ആവശ്യമുള്ളതൊന്നും കൊടുക്കാതെ ജീവിക്കുന്നവർ ആലോചിക്കുക. ഒരു പെൺകുട്ടി പറഞ്ഞാൽ എന്താ അറിയോ? ഞാൻ കൊടുക്ക 500 രൂപ ഇയാൾക്ക്, കൗൺസിലിങ്ങിന് പറയാണ്, 500 റുപ്യ ഞാൻ കൊടുക്ക ഇയാൾക്ക്, മുന്നിൽ വെച്ച് പറയാണ്. എന്നിട്ട് അയാളെ കൈ കൊണ്ടൊരു മാക്സി വാങ്ങിത്തരാൻ ഉസ്താദേ എനിക്ക് ആഗ്രഹമുണ്ട്. അങ്ങനത്തെ ഒരു മുണ്ട് ഈ നാട്ടിൽ. അയാളെ പൈസ കൊണ്ട് വേണ്ട, അയാൾ എനിക്ക് വാങ്ങിത്തരാൻ്റെ ഒപ്പം പോന്നാ മതി. സുഹൃത്തുക്കളെ, ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കും? എവിടെ താമസിക്കും? ആ ആയത്ത് കഴിഞ്ഞിട്ട് അല്ല എന്താ പറഞ്ഞത്? നിങ്ങൾ വല്ലദീനഹും അലാ സ്വലാത്തിഹിം യുഹാഫിളൂൻ ഉലൈക ഫീ ജന്നാത്തിൻ മുക്രമൂൻ. നമസ്കാരത്തിൽ ശ്രദ്ധ പുലർത്തും, അവർക്ക് സ്വർഗം കിട്ടും. അതിൻ്റെ മുന്നേയാണ് പറഞ്ഞത് ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമെന്ന്. നിനക്ക് നെഞ്ചത്ത് കൈവച്ചു പറയാനാകുമോ? 17-ാമത്തെ 18-ാമത്തെ വയസ്സിൽ 20 കൊല്ലങ്ങൾക്ക് മുമ്പ് 30 കൊല്ലങ്ങൾക്ക് മുമ്പ് അവളുടെ വീട്ടുമുറ്റത്ത് വലിച്ചു കെട്ടിയ ഷീറ്റിനു താഴെ അവളുടെ പിതാവിന്റെ കൈ പിടിച്ച് നിന്നെ ഞാൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് എന്ന് പറയാൻ എത്ര പേർക്ക് പറ്റും? ആ ചോദ്യത്തിന് ഉത്തരം പറയുമ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ സ്വർഗത്തിലെത്തുക. എത്തൂല, അല്ലാതെ എത്തൂല. ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. അവൾക്ക് ഭക്ഷണം നൽകണം, അവൾക്ക് ശാന്തമായ താമസം നൽകണം. നിങ്ങളുടെ ഉമ്മ അവളെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ നിർഭയത്വത്തോടെ ജീവിക്കാൻ അവൾക്കൊരു ഇടം വേണം, സമാധാനത്തോടെ ജീവിക്കാൻ ഒരു സ്ഥലം വേണം. അവളോട് സന്തോഷത്തിൻ്റെ വാക്ക് പറയണം, അവളുടെ വേദനകളിൽ കൈവച്ച് തലോടണം, അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കണം, അവളോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. അവളുടെ വിഷമങ്ങൾ ആർക്കെങ്കിലും ഫോൺ വിളിച്ച് പറയും മുമ്പ് നിങ്ങളോട് പറയാൻ ഒരു വേദി ഒരുക്കണം. നബിൻ്റെ അടുക്കൽ ഒരു പെണ്ണ് വന്നു. നബി ചോദിച്ചു, നിന്റെ ഭർത്താവിനോട് എങ്ങനെ പെരുമാറലെന്ന്. അവർ എന്നെ കൊണ്ട് കഴിയും പോലെ റസൂലെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കലുണ്ട്. നബി പറഞ്ഞൊരു മറുപടിയുണ്ട്, ഹുവ ജന്നത്തുക്കി വനാറുക്കി, ഹുവ ജന്നത്തുക്കി വനാറുക്കി. അവനാണു നിന്റെ സ്വർഗം, അവനാണു നിന്റെ നരകം. എന്തിയാ അങ്ങനെ ആയത് സുഹൃത്തുക്കളെ? അതുകൊണ്ട് എന്താ സഹോദരിമാരെ അങ്ങനെ ആവാൻ കാരണം? എന്താ പറയാൻ കാരണം അറിയോ? ഒരു കാരണമുണ്ട്. എന്താ അറിയോ? നിങ്ങൾക്കൊന്നും വേണ്ട, നിങ്ങൾക്കെല്ലാം അയാൾ തരും. ഒരു വാപ്പ മകന് കൊടുക്കുന്ന പോലെ, ഒരു വാപ്പ മകൾക്ക് കൊടുക്കുന്ന പോലെ, അതിനും അപ്പുറം നിങ്ങൾക്ക് വേണ്ടതെല്ലാം അയാൾ തരും.
അയാൾ സമ്പന്നനാണോ, നിങ്ങൾ സമ്പന്നയാകും. അയാൾ സുഖജീവിതം നയിക്കുന്നുവോ, നിങ്ങൾക്ക് സുഖജീവിതം ഉണ്ടാകും. അയാൾക്ക് പണമുണ്ടോ, നിങ്ങൾക്ക് പണമുണ്ടാകും. എന്നാൽ നിങ്ങൾക്ക് പണമുണ്ടായാൽ അയാൾക്ക് പണമുണ്ടാവില്ല. നിങ്ങൾ സമ്പന്നയായാൽ അയാൾ സമ്പന്നനായിക്കോണമെന്നില്ല. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ അയാൾ ഏറ്റെടുത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അയാളുടെ കടപ്പാടുണ്ട്. മക്കൾക്ക് വാപ്പയോടുള്ള പോലെ, മക്കൾക്ക് മാതാപിതാക്കളോടുള്ളതുപോലെ അതിനേക്കാളും വലിയ കടപ്പാട് ഭർത്താവിനോടുണ്ട്. സംസാരത്തിൽ സൂക്ഷിക്കണം, അനുസരിക്കണം. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കിട്ടും. പക്ഷേ നിങ്ങൾക്കൊരു സ്വാതന്ത്ര്യമുണ്ട് ഭർത്താവിൻ്റെ അടുക്കൽ. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റൂല. കാരണം നിങ്ങളില്ലാതെ അയാൾക്ക് പറ്റൂല, നിങ്ങളില്ലാതെ അയാൾക്ക് പറ്റില്ല, ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. മനസ്സിലായില്ലേ? എൻ്റെ സുഹൃത്തിൻ്റെ അനുജൻ്റെ ഭാര്യയ്ക്ക് ക്യാൻസർ ആയിരുന്നു. 5 കൊല്ലം ക്യാൻസറിൽ അവർ കിടന്നു. മാരകമായ ചികിത്സകൾ. ഒരുപക്ഷെ ക്യാൻസർ ആയതിനു ശേഷമായിരിക്കാം ഒരു കുട്ടി കൂടെ ഉണ്ടായി. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. ആ കുട്ടിക്കൊരു 2.5 വയസ്സാവുമ്പോൾ അവർ മരിക്കണത്. അയാൾ പറഞ്ഞത് അറിയുക, 5 കൊല്ലം ക്യാൻസറായി വീട്ടിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴും ഞാനൊന്നും അറിഞ്ഞില്ല എന്നാണ്. വീടിനെ പറ്റി ഒന്നും നോക്കേണ്ടി വന്നില്ല. ആ കിടക്കയിൽ കിടന്ന് അവൾ ആ വീട് നിയന്ത്രിച്ചു. എന്നാൽ അവൾ കണ്ണ് ചിമ്മി കട്ടിലേറി കവാടം കിടന്നപ്പോൾ അയാൾ ഒറ്റയ്ക്കായി. ആ ഏകാന്തത വല്ലാത്തൊരു ഏകാന്തതയാണ് സുഹൃത്ത്. അതുകൊണ്ട് സഹോദരിമാരെ, നിങ്ങളില്ലാതെ ഒരു പുരുഷനും മുന്നോട്ട് പോവാനാവില്ല. അതുകൊണ്ട് തന്നെ അയാളിൽ ഒരു കടിഞ്ഞാൺ നിങ്ങൾക്കുണ്ട്. ആ കടിഞ്ഞാൺ ഉപയോഗിച്ച് നിങ്ങൾ അയാളെ വിഷമിപ്പിക്കരുത്, അയാളെ വേദനിപ്പിക്കരുത്, അയാളെ ഇടങ്ങേറാക്കരുത്. അയാൾക്കില്ലാത്ത പണം അയാളെ കൊണ്ട് ഉണ്ടാക്കിക്കരുത്. അയാളെ കൊണ്ട് കഴിയാത്ത ആവശ്യങ്ങൾ നിങ്ങൾ പറയരുത്. അയാളുടെ ദാരിദ്ര്യത്തിൽ നിങ്ങൾ പങ്കുചേരണം. അയാളുടെ വേദനകളിൽ നിങ്ങൾ പങ്കുചേരണം. അയാളോട് സംസാരിക്കുമ്പോൾ നിങ്ങളില്ലാതെ അയാൾക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് വിചാരിച്ച് ധിക്കാരത്തിൻ്റെ വാക്ക് പറയരുത്, അനുസരണക്കേടിൻ്റെ വാക്ക് പറയരുത്. അനുസരണത്തോടെ മുന്നോട്ട് പോകണം. ഈമാനുള്ള സഹോദരിമാർക്ക് ആ വേദന ഉണ്ട്. 2ാമത് പോയി കല്യാണം കഴിച്ചു. അയാൾക്ക് തന്നെ വേണ്ടിയതിനാ നയിക്കണം. പക്ഷെ പറ്റണില്ല ഉസ്താദെ. അയാൾ ആ ഭാര്യൻ്റെ അടുത്ത് പോകുമ്പോൾ എന്തോ ഒരു ഇടങ്ങേറ് മനസ്സ്, എനിക്ക് തീരെ പറ്റണില്ല. പക്ഷെ ഞാൻ എന്നെ കൊണ്ട് കഴിയണമൊക്കെ ചെയ്തു കൊടുക്കട്ടെ, പക്ഷെ പഴയ പോലെ പറ്റണില്ല. കുറ്റം കിട്ടുമോ? നരകത്തിലാകുമോ? അയാൾ അതൃപ്തി എൻ്റെ പരലോകത്തെ ബാധിക്കുമോ എന്ന് കണ്ണീരോടുകൂടെ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈമാനുള്ളതുകൊണ്ടാണ്, മനസ്സിൽ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് സഹോദരിമാരെ, അയാളോടുള്ള കടമകളെ നമ്മൾ കൃത്യമായി നിർവഹിക്കാൻ തയ്യാറാവണം. സുഹൃത്തുക്കളെ, എന്താ സംഭവിക്കുന്നത്? എത്ര സന്തോഷത്തിൽ ജീവിക്കാൻ അറിയെങ്കിൽ ദാമ്പത്യത്തിൽ അള്ളാഹു നമുക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ്, സമ്മാനം താരങ്ങൾ ഭാര്യ മക്കളും. അല്ല ഈ ലോകത്ത് നമുക്കൊന്ന സമ്മാനം. നിങ്ങളൊക്കെ വീട്ടിലുണ്ടാവും ഒരു ഗ്ലാസ് ഇങ്ങനെ ഒരു റാക്ക് പോലെ വെച്ചിട്ടുണ്ടായിരിക്കും. ഒരു വീട്ടിൽ ഞാൻ ചെന്നപ്പോൾ അതിൻ്റെ ഡൈനിങ് ഹാള് മുഴുവനും എന്താ പറയുക, ഇങ്ങനെ റാക്ക് വെച്ചിട്ട് ഇങ്ങനെ ഷീൽഡുകളും കപ്പുകളും വെച്ചിരിക്കുകയാണ്. കണ്ടാൽ തന്നെ ബോറാണ് ഇതൊക്കെ പാടെ വെച്ച്. അപ്പോൾ കുട്ടിയൊക്കെ സ്പോർട്സിലും യുവജനോത്സവത്തൊക്കെ കിട്ടിയ ഗിഫ്റ്റാണ് അത്രേ. അതാണ് ഇങ്ങനെ നിറച്ച് പേരെഴുതി വെച്ചിരിക്കുന്നത്. ഗിഫ്റ്റ് വെക്കാൻ ഒരു ഇടമുണ്ട്. എന്നാൽ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താ പറയുക, നിങ്ങളുടെ ചില്ലുകൾ ഉണ്ടാക്കി സൂക്ഷിക്കേണ്ട ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങളുടെ ഭാര്യയും നിങ്ങളുടെ മക്കളുമാണ്. ഞാൻ പറയണതല്ല, അല്ല തന്ന ഭൂമിയിലെ സമ്മാനം. റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബന ഹബ്ലനാ, റബ്ബേ ഞങ്ങൾക്ക് സമ്മാനമായി നൽകണം, ഞങ്ങൾക്ക് ഗിഫ്റ്റായി നൽകണം. ഹബ്ലനാ, ഹിബത്ത് സമ്മാനം, അറബിയിൽ അതാ പറയാം. ഹിബത്ത് സമ്മാനമാണ്. ഭാര്യ ഒരു സമ്മാനമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്ക് ഈ ജീവിതത്തിൽ കിട്ടേണ്ട ഏറ്റവും നല്ല ഭർത്താവിന് എനിക്ക് റബ്ബ് തന്നു, ഇതല്ലാത്ത ഒരാൾക്ക് ഇതുപോലെ എനിക്കൊരു ജീവിതം തരാനാവില്ല. എൻ്റെ ഭാര്യ, അവൾക്ക് പകരമാകാൻ ലോകത്തൊരു സ്ത്രീക്കുമാവില്ല. ഒരു സ്ത്രീയെക്കുറിച്ച് കേട്ടപ്പോഴും ഇവളെക്കാളും അവളാണ് നല്ലതെന്ന് എൻ്റെ മനസ്സിന് തോന്നിയതേയില്ല. അല്ല എനിക്ക് തന്ന സമ്മാനം അത് വല്ലാത്തൊരു സമ്മാനമാണ് സുഹൃത്തുക്കൾ. ചില ആൾക്കാർ പറയും കല്യാണമൊക്കെ കഴിയുമ്പോൾ ഉണ്ടാവുന്നതാണ് സന്തോഷം. അല്ല സുഹൃത്തുക്കളെ, കല്യാണം കഴിയുമ്പോഴല്ല. നിങ്ങളെ മക്കളെയൊക്കെ കല്യാണം കഴിഞ്ഞ്
നിങ്ങളുടെ വീട്ടിൽ ആരും ഇല്ലാതാവൂലേ? അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും ഇവൾ മാത്രമേ എനിക്കുള്ളൂ, അവൾക്ക് മനസ്സിലാകും ഇയാൾ മാത്രമേ എനിക്കുള്ളൂ. ആ വല്ലാത്തൊരു തിരിച്ചറിവാണത്, വല്ലാത്തൊരു സമയമാണ്, ഒരു സ്നേഹത്തിൻ്റെ ഏറ്റവും നല്ല അനുഭവം. അതുകൊണ്ട് സുഹൃത്തുക്കളെ ആസ്വദിക്കണം. ഞാൻ പറയും, ഓരോ രാത്രിയും ആദ്യ രാത്രിയായി അനുഭവപ്പെടുന്ന ദാമ്പത്യം. ഓരോ രാത്രിയും ആദ്യ രാത്രിയിൽ എല്ലാവരും ആഗ്രഹിച്ചു നേരം വെളുക്കരുതേന്ന്. അതുകൊണ്ട് ലൈറ്റ് ഓഫ് ആക്കാതെ വർത്താനം പറഞ്ഞിട്ടുണ്ടാവും മിക്കവാറും ആൾക്കാരൊക്കെ. ആദ്യത്തെ രാത്രി ആരെങ്കിലും ആദ്യത്തെ രാത്രിയിൽ കാണുമ്പോൾ ലൈറ്റ് ഓഫ് ആക്കി കടന്നുറങ്ങും, നേരം വെളുക്കോളം വർത്താനം പറഞ്ഞ് കിടക്കും. എന്താണ് സുഹൃത്ത്? അതേപോലെ എല്ലാ രാത്രികളും ഒന്നിച്ചു ചേരാൻ ആഗ്രഹിക്കുന്ന രാത്രി, അവൾ ആ അടുക്കളയിലെ പാത്രങ്ങളൊന്ന് അടുക്കി വെച്ച് വന്നെങ്കിൽ എന്നാഗ്രഹത്തോടെ കാത്തിരിക്കുന്ന ദാമ്പത്യം. മനസ്സിലായി? പുലരുമ്പോൾ എഴുന്നേറ്റ് പോകുമ്പോൾ പള്ളിയിൽ നിന്നും വന്ന് നേരെ അടുക്കളയിലേക്ക് അവളോടൊപ്പം പോയിരിക്കുന്നു. ജോലിക്ക് പോകാനാകുവോളം തനിക്ക് ചെയ്യാനുള്ളതെല്ലാം അവളെ കണ്ട് ചെയ്യുന്ന ദാമ്പത്യമില്ലേ? പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ദാമ്പത്യം. എവിടെ ചെന്നാലും മൊബൈലെടുത്ത് അവളുടെ ഭാര്യയ്ക്ക് മെസ്സേജ്, ആദ്യത്തെ മെസ്സേജ് ഭാര്യയ്ക്ക്, ആദ്യത്തെ മെസ്സേജ് ഭർത്താവിന്. ഏറ്റവും നിറഞ്ഞു നിൽക്കുന്നത് മെസ്സേജ് കൊണ്ട് ഭാര്യയുടെ വാട്സപ്പ് നമ്പറാണ്. അതിലാണ് ഏറ്റവും അധികം മെസ്സേജ്. ഭർത്താവിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയാൾ ജോലിക്ക് പോയാൽ തുരുതുരാ മെസ്സേജുകളും ഫോട്ടോകളും പോകും. സുഹൃത്തുക്കളെ, ഒരിക്കലും വേർപിരിയാത്ത ആസ്വാദകരമായ ദാമ്പത്യം. അതെങ്ങനെ പറ്റുക? ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം, നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്കിന്നു മുതൽ ഒരു പുതിയ വിവാഹത്തിൻ്റെ ചാരിതാർത്ഥ്യത്തോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു ദാമ്പത്യ ജീവിതം. എന്താ അറിയോ? പടച്ചോൻ ഈ ദാമ്പത്യത്തെ ഒരുമിച്ച് കൂട്ടിയത് സ്നേഹത്തിലാണ്. സ്നേഹം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. നമ്മളൊരു പുരുഷൻ സ്ത്രീയിലേക്കും ഒരു സ്ത്രീ പുരുഷനിലേക്കും ആകർഷിക്കുന്നത് സ്നേഹം കൊണ്ടാണ്. അതൊരു വല്ലാത്ത സ്നേഹമാണ്. മനസ്സിലായി? ഒരു പെൺകുട്ടി എനിക്കൊരു മെസ്സേജ് അയച്ചു. എന്താ മെസ്സേജ് അറിയങ്ങൾ? ഇന്നൊരാൾ വിവാഹം അന്വേഷിച്ച് വന്നിട്ടുണ്ട്, ശരിക്കുള്ള അറേഞ്ച്ഡ് മാരേജ്. അങ്ങനെ വിവാഹം ഇങ്ങനെ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അയാൾ എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞു, എൻ്റെ ഒരു കിഡ്നി എൻ്റെ വാപ്പാൻ്റെ കിഡ്നി മാറ്റി വെച്ചത് ഇതാണ്. അപ്പം അതുകൊണ്ട് കിഡ്നി മാറ്റി വെച്ച ഒരാളെ വിവാഹം കഴിക്കുന്നതിൻ്റെ കാര്യം അപ്പോൾ വീട്ടുകാരറിഞ്ഞാൽ എന്ത് ചെയ്യൂല? അതൊരിക്കലും സമ്മതിക്കൂല. അപ്പം ഞാൻ എന്ത് ചെയ്യണം? എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ അങ്ങനെ അവൾക്ക് ആഗ്രഹം തോന്നുന്നത്? ഒരു രോഗിയാണെന്ന് അറിഞ്ഞിട്ടും ആയുസ് അധികം കിട്ടാൻ സാധ്യതയില്ല അറിഞ്ഞിട്ടും അയാളെ തന്നെ വേണമെന്നെന്താ ആഗ്രഹിക്കാൻ കാരണം? ഈ പെണ്ണ് കാണാൻ വരുന്ന ഒരു നിമിഷമില്ലേ, ആ നിമിഷത്തിലാണ് ഇഷ്ടാവുകയാണ്. ആ ഇഷ്ടമുണ്ടായാൽ അതൊരു 10,000 കൊല്ലം കൊണ്ടുണ്ടായ പരിചയം പോലെ വളരും. പിന്നെ ആ നിമിഷം മുതൽ ആ കല്യാണം ഒന്നും നടന്ന് കിട്ടാതെ മനസമാധാനാവൂല. ആ ഒരു ഇഷ്ടമുണ്ടല്ലോ, അത് അള്ളാഹ് വെച്ചൊരു അത്ഭുത ഇഷ്ടമാണ്. വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമി യതഫക്കറൂൻ. അള്ളാഹ് വെച്ച ഒരു വലിയ സ്നേഹമാണ് സുഹൃത്തുക്കളെ, അത് അത്ഭുതമാണ്. അപ്പം അതെങ്ങനെ കിട്ടുന്നത്? ആ സ്നേഹം അള്ളാഹു വെച്ചിട്ടുണ്ട്, അതിനൊന്ന് അനുവദിച്ചു കൊടുത്താൽ മതി നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിനപ്പുറത്തുള്ള ചിലതാണ് സ്നേഹം ഉണ്ടാക്കുന്നത്, ആവശ്യമുള്ളതല്ല. രാവിലെ പോയി നിങ്ങൾ തക്കാളി മീനും ഇറച്ചിയൊക്കെ വാങ്ങിക്കൊണ്ടേ കൊടുത്ത് എല്ലാ സാധനവും കൊണ്ടേ കൊടുത്ത് വീട്ടിക്ക്, അതൊക്കെ നിങ്ങൾ ആവശ്യമുള്ള കാര്യമാണ് ചെയ്യുന്നത്. മനസ്സിലായി? എന്നാൽ ആവശ്യമില്ലാത്ത ചിലത് ചെയ്യുമ്പോഴാണ് സ്നേഹമുണ്ടെന്ന് മനസ്സിലാവുക. ഞാൻ ചോദിക്കും, ഇയാൾക്ക് എന്നോട് സ്നേഹമുണ്ട് എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്കിപ്പോൾ ഡൈവേഴ്സ് വേണമെന്ന് പറഞ്ഞ് 3 മാസം മാത്രം കല്യാണം കഴിഞ്ഞൊരു പെൺകുട്ടി പറഞ്ഞു എനിക്ക് ഇനി അയാളെ പറ്റൂല. അപ്പോൾ ഞാൻ വെറുതെ ചോദിച്ചു, എപ്പോഴെങ്കിലും അയാൾക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്ന് തോന്നിയിട്ടുണ്ടോ? അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരു വട്ടം തോന്നി. എപ്പോഴാ ചോദിച്ചു? ഞാൻ പറഞ്ഞു അയാളോട്, ഇനി ഞാൻ നിങ്ങളെപ്പല്ല, നിങ്ങൾ എന്നെ ഒഴിവാക്കി തരണം. അപ്പം അയാൾ പറഞ്ഞു, എനിക്ക് എന്നെ ഒഴിവാക്കാൻ കഴിയൂല, അത് മാത്രം നീ പറയരുത്. അത് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സ്നേഹമുണ്ട്. അപ്പം സ്നേഹമുണ്ട് സുഹൃത്തുക്കളെ. ഇതുവരെ അവൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു പ്രകടനം വേണ്ടേ? നിങ്ങൾ ചിലപ്പോൾ 30 കൊല്ലമായിട്ടുണ്ടാവും, നിങ്ങൾക്ക് സ്നേഹമുണ്ട് നിങ്ങളെ ഭാര്യയ്ക്ക് മനസ്സിലായ ഒരു സംഭവം തന്നെയില്ല. പിന്നെ എങ്ങനെ നമുക്ക് ദാമ്പത്യം അനുഭവിക്കാൻ പറ്റും? അപ്പം അതെങ്ങനെ ഉണ്ടാക്കുക? ഞാൻ പറയാം. ഒരു യാത്ര നമ്മളിങ്ങനെ പോയി, അപ്പം നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്തു? ഒരു കേക്ക് വാങ്ങി, ഒരു ഗീ കേക്ക് വാങ്ങി.
അപ്പോൾ ആ കടക്കാർ പറഞ്ഞു ഇവിടെ മാത്രം കിട്ടുന്ന സാധനമാണ്, ഇത് ഇവിടുന്നേ കിട്ടുള്ളൂ, ഇതിലെ പോകും. അപ്പം അവിടെ ഒരു ബ്ലോക്ക് ആയപ്പോൾ നമ്മൾ ഇറങ്ങി വാങ്ങിയ സാധനമാണ്. പിന്നൊരിക്കൽ നമ്മൾ എന്ത് ചെയ്തു പറയുങ്ങൾ, കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ അതിലങ്ങനെ പോകുമ്പോൾ ആ കടൻ്റെ അവിടെ എത്തിയപ്പോൾ നമുക്കത് ഓർമ്മയായി, എൻ്റെ വൈഫിന് അന്ന് ഇഷ്ടപ്പെട്ടൊരു കേക്ക് ഈ കടയിൽ നിന്നാണല്ലോ വാങ്ങിയത്. അപ്പം നമ്മൾ വണ്ടി നിർത്തി ആ കേക്ക് വാങ്ങി. അതിനെത്ര 10 രൂപ അത്രേ ഉള്ളൂ ഒരു പീസിന്. നമ്മൾ വാങ്ങി പൊതിഞ്ഞ് റെഡിയാക്കി കൊണ്ടുപോയിട്ട് വൈഫിനോട് പറഞ്ഞു, എനിക്ക് ഓർമ്മ ഉണ്ടോ അന്ന് നമ്മൾ പോയപ്പോൾ ബ്ലോക്കായില്ലേ, ആ സമയത്ത് നമ്മൾ വാങ്ങിയ കേക്ക് എനിക്ക് അവിടെ എത്തിയപ്പോൾ അന്നെ ഓർമ്മയായി. സുഹൃത്തുക്കളെ, മരിക്കുവോളം നിങ്ങളെ സ്നേഹത്തിന് ആ 10 രൂപ മതി. ഞങ്ങളെ എത്ര റുപ്യക്ക് സാധനം വാങ്ങിക്കലും പറയുന്നത് അത് കിട്ടൂലേ. അതാണ് റൊമാൻറ്റിക്കായ പെരുമാറ്റം. മനസ്സിലായില്ലേ? നിങ്ങൾ യാത്ര ചോദിക്കാൻ ഇറങ്ങുമ്പോഴേ വൈഫ് ഇങ്ങനെ വന്ന് കൂടെ നിൽക്കണം. അപ്പം തിരിഞ്ഞു നോക്കി കുട്ടികളും മക്കളും ആരുമില്ല. വലത്തെ കൈ കൊണ്ടൊന്ന് കൂട്ടിപ്പിടിച്ച് നമ്മൾ അവൾക്കൊരു ചുംബനം അർപ്പിക്കുമ്പോൾ അവൾ ജീവിതത്തിൽ മറക്കാത്ത ഒരു സ്പർശനമാണത്. പക്ഷെ ആർക്ക് പറ്റും അത്? അപ്പം അതൊക്കെ ഒരു തോന്നിയാസാണെന്ന് നമ്മളൊക്കെ വിചാരിച്ച് ഓളുണ്ടാക്കി പോകുമ്പോൾ നബി ചുംബിച്ചിരുന്നു. കബ്ബലബാദ നിസായി, ഓളുണ്ടാക്കി പോകുമ്പോഴേ നബി ഭാര്യമാരെ ചുംബിച്ചു. ഭാര്യനെ തൊട്ട ഒളു മുറിയെന്ന് ചോദിക്കുന്നവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഹദീസാണത്. അപ്പോൾ ഒളുമുറിൻ്റെ ഹുക്കും മാത്രമേ അപ്പം നമ്മൾ അതിന് പഠിക്കുള്ളൂ. ഏത്? ഭാര്യ ഒളുവെടുത്ത് പോകുമ്പോൾ സുഹൃത്തുക്കളെ കൂട്ടിപ്പിടിക്കാൻ, തലോടാൻ. നിങ്ങൾക്ക് തോന്നിയാസം പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഈ അശ്ലീലങ്ങളൊക്കെ ചെയ്യുന്ന ആളുകൾ ഓൾക്ക് തമ്മാടിത്തങ്ങൾ പറയുമ്പോൾ, സെക്സ് പറയുമ്പോൾ ഓൾക്ക് ഭയങ്കര ത്രില്ല. പെണ്ണുങ്ങളോടും ഈ ചാറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ പൂര തെറി പറയും. ഏത്? ഈ ചാറ്റിങ്ങിൽ. അതൊക്കെ ജബ്ബക്ക് പറയാം. ആരോട്? ആ സെക്സൊക്കെ പറയാം, ഭാര്യയോട് ഭർത്താവിനോട് തുറന്നു പറയാം. അതിലൊരു ആസ്വാദനം ഉണ്ടെങ്കിൽ അത് തമ്മ പറയുമ്പോഴാണ് കിട്ടേണ്ടത്. ഞാൻ പറഞ്ഞ ചീത്ത പറയുന്നതിനെ കുറിച്ചല്ല, നമ്മൾ മറ്റുള്ളവർ കേൾക്കാതെ പറയുന്ന സെക്സുകൾ അത് പറയാം. നിങ്ങളൊരു സെക്സിയായ വീഡിയോ ഏതുപോലെ കാണാൻ ആഗ്രഹിക്കുന്നുവോ അതുപോലെ മണിയറയിൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് കാണാം, ഭാര്യയെ നിങ്ങൾക്ക് കാണാം. അന്യരെ കൊണ്ട് നിങ്ങൾ എന്തൊക്കെ സ്വപ്നങ്ങളുണ്ടോ അതൊക്കെ ഭാര്യയിലൂടെ സാക്ഷാത്കരിക്കുക. അന്യരെ കൊണ്ട് എന്തെല്ലാം സ്വപ്നങ്ങൾ നിങ്ങളുടെ ഭർത്താവിലുണ്ടോ അതൊക്കെ ഭർത്താവ് എന്ന് സാക്ഷാത്കരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സ്നേഹമുണ്ടാകും. നമ്മളാരും സെക്സ് അനുഭവിക്കുന്നില്ല. എവിടെയോ വായിൽ നോക്കി വന്ന് കർമ്മം നിർവഹിക്കുന്ന പുരുഷന്മാർ അവരൊരിക്കലും ഭാര്യയെ അറിയുന്നു പോലുമില്ല, ഭാര്യയെ നോക്കുന്നു പോലുമില്ല. പരസ്പരം ഒന്നും പറയാതെ, ഒന്ന് സ്നേഹം പ്രകടിപ്പിക്കാതെ ഏതെങ്കിലും അർത്ഥത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു പോകുന്ന ആളുകൾ മാത്രം. സുഹൃത്തുക്കളെ, അവിടെ ഒരു സെക്സ് ഉണ്ട്, അത് നമുക്ക് അനുഭവിക്കാൻ പറ്റണം. ഒരു സ്നേഹമുണ്ട്, റൊമാൻറ്റിക്കായ ഒരു സ്നേഹം. ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, എൻ്റെ ഭർത്താവ് ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് തരും. ഞങ്ങളെ വീട് കോടികളുടെ വീടാണ്, പക്ഷെ എനിക്കിതുവരെ അയാൾ സ്നേഹം തന്നിട്ടില്ല. എന്താ പേരർത്ഥം? ഡ്രസ്സ് വാങ്ങിക്കൊടുക്കും, എല്ലാം വാങ്ങിക്കൊടുക്കും. അപ്പം എന്താണ് ഈ സ്നേഹം? ആ സ്നേഹം വേറെ ഒന്നാണ് സുഹൃത്തുക്കൾ. അത് നമ്മൾ എക്സ്ട്രാ ആലോചിച്ച് ചിന്തിച്ചുണ്ടാക്കി കൊടുക്കണം. വെറുതെ ഒരു പെണ്ണിനെ വീഴ്ത്താൻ ഇവിടുത്തെ കാമുകന്മാരും തോന്നിവാസികളും എന്താ ചെയ്യാരെങ്ങൾ? ആ കൺമശി ചെയ്താൽ എൻ്റെ കണ്ണിൻ്റെ ഭംഗി എന്താണ്, ആ തട്ടം നിന്റെ മുഖത്തിന് എന്തു ചേർച്ചയാണ്, നീ എത്ര സ്ലിമ്മാണ്. ഇങ്ങനത്തെ ഒരു മെസ്സേജ് മതി ഒരു പെണ്ണ് വീഴാൻ. നിങ്ങളുടെ ഭാര്യ വീഴാനും ഇതേ പരിഹാരമുള്ളൂ. ഭാര്യയെ വീഴ്ത്താനും ഈ കമൻ്റ് ഉള്ളൂ, ഭർത്താവിനെ വീഴ്ത്താനും ഈ കമൻ്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ അശ്ലീലമായി സർവീസ് ഉള്ളവർക്കും സ്വന്തം ഭാര്യയോട് ഉപയോഗിക്കാൻ, ഭർത്താവിനോട് ഉപയോഗിക്കാൻ കഴിയാതെ പോകുന്നു. അതാണ് നമ്മുടെ നഷ്ടം. അവിടെ സുഹൃത്തുക്കളെ, ആസ്വദിക്കൂ. നിങ്ങൾക്ക് വേണ്ടി ദാഹിച്ച് നിങ്ങളോടൊപ്പം നേരം പുലരുവരെ ഉറങ്ങുന്നവളെ നിങ്ങൾ അനുഭവിക്കൂ. നിങ്ങൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച് ഒരു പെണ്ണിനെയും നോക്കാതെ കണ്ണുകാഴ്ത്തി നടക്കുന്ന നിങ്ങളുടെ ഭർത്താവിന് ഒരു പെണ്ണിൻ്റെ സുഖം നൽകാൻ ഒരു ഭാര്യയായ നിങ്ങൾക്ക് പറ്റട്ടെ. അവിടെ ഒരു ദാമ്പത്യം പുലരും, അവിടെ പുതിയൊരു ജീവിതം ജനിക്കും, പുതിയൊരു വിവാഹത്തിൻ്റെ ചാരിതാർത്ഥ്യത്തോടുകൂടെ. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യയോട് പെരുമാറിയ രീതിയാണ്. ആ രീതി തന്നെയാണ് നമുക്കും അവലംബം. ദീർഘിച്ചു പറയുന്നില്ല സഹോദരങ്ങളെ. മക്കളെ കുറിച്ചുകൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാൻ പറയുന്നത് ഇവിടെ ജമാൽ ചെറുവാടി പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കൗൺസിലിംഗ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അതുകൊണ്ട് അത് പറയേണ്ടതില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, മക്കൾ ആരെങ്കിലും വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 100% ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഒരു പെൺകുട്ടിനെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന് അവളെ പിടിച്ചൊരു കേസിൽ പുറത്തുനിന്ന് ഏതോ പയ്യൻ്റെ കൂടെ നടക്കുന്ന ഒരു ഫോട്ടോ അങ്ങാടിയിൽ ഒരാൾ എടുത്തിട്ട് അയച്ചത്. അപ്പോൾ സ്വാഭാവികമായും കേസായി. ഞാൻ അവളെ വിളിച്ചിട്ട് ചോദിച്ചെന്ത് ചോദിച്ചു, നിങ്ങൾ നിൻ്റെ വീട്ടിൽ ആരെങ്കിലും അങ്ങനെ അഫെയറായി കല്യാണം കഴിഞ്ഞിട്ടുണ്ടോ?
വാപ്പിയമ്മി അങ്ങനെയാണ് തരേ അഫയറായി കല്യാണം കഴിഞ്ഞു. ജ്യേഷ്ഠൻ്റെ കല്യാണം അങ്ങനെയാണ്. അവളിപ്പോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളിപ്പോൾ ഒരു വിവാഹത്തിലേക്കുള്ള സ്റ്റെപ്പ് ആരംഭിക്കുകയാണ്. ഏതോ ഒരു ഫ്രോഡ് പയ്യനെ ബസ് സ്റ്റോപ്പിൽ നിന്ന് കണ്ടുപിടിച്ച് ഹോട്ടലിൽ കയറ്റി ചായ വാങ്ങിക്കൊടുത്ത് പരിചയപ്പെട്ട് നമ്പർ കൊടുത്ത് ആരംഭിക്കുകയാണ്. നമ്മുടെ വീടാണ് സുഹൃത്തുക്കളെ, നമ്മുടെ ജീവിതമാണ് നമ്മുടെ മക്കളെ മാതൃക. അതുകൊണ്ട് നിങ്ങളുടെ മകൻ എങ്ങനെയാവണം, അങ്ങനത്തെ ഒരു ജീവിതം പിതാവ് കാണിച്ചു കൊടുക്കട്ടെ. നിങ്ങളുടെ മകൻ്റെ വിവാഹം എങ്ങനെയാവണം, അങ്ങനത്തെ ഒരു ദാമ്പത്യം നിങ്ങളുടെ വീട്ടിൽ മക്കൾക്ക് മുന്നിൽ നിങ്ങൾ കാണിച്ചു കൊടുക്കും. നിങ്ങളുടെ മകൾ എങ്ങനത്തെ ഒരു ഭാര്യയാവണം, നിങ്ങളുടെ മകൾ എങ്ങനത്തെ ഒരു ഭാര്യയാവണം, അങ്ങനത്തെ ഒരു ഭാര്യയായി ഉമ്മ നിങ്ങൾ ജീവിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ വിവാഹം വേണ്ടെന്ന് പറയും. എന്തപ്പോൾ വീട്ടിൽ വന്നാൽ വാപ്പയും എന്നും തല്ലാണ്. ഈ തല്ലിന് ഒരാളെ എന്തിനാണ് ഉപ്പ നിങ്ങൾ എനിക്ക് കണ്ടുപിടിക്കണമെന്നാണ് മകൾ ചോദിക്കണം. നിങ്ങൾ ഉമ്മയും തമ്മിൽ തല്ലല്ലേ എന്നും, എനിക്ക് തല്ലാൻ ഒരാളെ നിങ്ങൾ എന്തിന് കണ്ടുപിടിക്കുന്നു എന്ന് ചോദിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വീട്ടിൽ മാറ്റം വരണം. സന്ദർഭത്തിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഈ പ്രീ സ്കൂളിലെ നമ്മുടെ വിസ്ഡം മദ്രസകൾക്ക് പ്രീ സ്കൂൾ തുടങ്ങാൻ പോവുകയാണ്. ബഹ്ജ എന്നുള്ള പേര്. പ്രീ സ്കൂൾ ഒരു അത്ഭുതമാണ്. കാരണം 3.5 വയസ്സ് മുതൽ 5-6 വയസ്സ് വരെ ആ കുട്ടിക്ക് വേറൊന്നും സ്കൂളില്ല, വേറൊന്നുമില്ല, ഒന്നും ചിന്തിക്കാനില്ല. ആ കുട്ടിക്ക് ശരിക്ക് ആ നൂറാനി കായികക്ക് അനുസരിച്ച് ഖുർആൻ പഠിപ്പിച്ച് ഓതാൻ പഠിപ്പിച്ച് നമ്മളൊക്കെ ലജ്ജിച്ചു പോകും. 4 വയസ്സായ കുട്ടിൻ്റെ ഖുർആനോത്ത് കാണുമ്പോൾ നമ്മളൊക്കെ അപമാനിതരായി പോകും. എത്ര ഭംഗിയായി. നിങ്ങളുടെ കുട്ടിയെ നിങ്ങൾ പറഞ്ഞയച്ചോ? ഇല്ല. അപ്പോൾ കുട്ടിക്ക് ഓതാൻ അറിയാത്തതിൻ്റെ കാരണം നിങ്ങളാണ്. അവൻ അറബി ഉച്ചരിക്കാൻ അറിയാത്തതിൻ്റെ കാരണം നമ്മളാണ്. 14-ാമത്തെ വയസ്സിൽ അവന് പറഞ്ഞു കൊടുത്തോ? സെക്സിനെ കുറിച്ച്, രതിവൈകൃതങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തോ? ലഹരിയെക്കുറിച്ച് പറഞ്ഞു കൊടുത്തോ? ചീത്ത കൂട്ടുകെട്ടിന് പറഞ്ഞു കൊടുത്തോ? നിങ്ങളുടെ മോൾക്ക് പറഞ്ഞു കൊടുത്തോ? ഏതോ ഒരു അന്യജാതിക്കാരനെ കൂട്ടി വീട്ടിലേക്ക് അവൾ വരുന്നതിന് മുമ്പ് പ്രേമത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തോ? മഹറം ആരാണെന്ന് പറഞ്ഞു കൊടുത്തോ? മഹറമായ പുരുഷന്മാരാരാണെന്ന് പഠിപ്പിച്ചു കൊടുത്തോ? അവർക്കൊരു കൗൺസിലിംഗ് ക്ലാസ് കൊടുത്തു? അവരതിനെ പറ്റുന്ന സ്ഥലത്ത് പങ്കെടുപ്പിച്ചോ? ഇപ്പം പ്രോഫ്കോൺ നടക്കാൻ നിങ്ങൾക്ക് തൊട്ടടുത്താണ്. ഞങ്ങൾക്കൊക്കെ എത്ര വരണം തിരുവനന്തപുരത്ത്? അടുത്ത വെള്ളി, ശനി, ഞായർ. നിങ്ങൾ എന്ത് ത്യാഗം സഹിച്ചും നിങ്ങൾ നിങ്ങളുടെ കുട്ടിനേറ്റ് അവിടെ എത്തണം. അവിടെ പുറത്ത് താമസിച്ചാലും വേണ്ടില്ല സുഹൃത്തുക്കളെ, നിങ്ങളെ കുട്ടികൾ അവിടെ വേണം. ഈ സദസ്സ് വിചാരിച്ചാൽ ഒരു 10-100 കുട്ടികൾ അവിടെ എത്തും. നേഴ്സിങ്ങിന് പഠിക്കണ, MBBS പഠിക്കണ ഏത് കുട്ടിനെയും നിങ്ങൾ ആ കുട്ടിക്ക് 3 ദിവസം കൊണ്ട് കിട്ടുന്നത് ഒരു ജീവിതമാണ്. വിവാഹത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, സ്വകാര്യതയെക്കുറിച്ച്, പരലോകത്തെക്കുറിച്ച്, ലിബറലിസത്തെക്കുറിച്ച് ഒക്കെ 3 ദിവസം കൊണ്ട് ആറ്റിക്കുറുക്കി കൊടുക്കും. ലക്ഷങ്ങൾ ചെലവഴിച്ചുണ്ടാക്കുന്ന പരിപാടിയാണ്. പക്ഷെ നമ്മുടെ കുട്ടിക്ക് അതൊരു അവസരമാണ്. നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടിയാണ് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത്. അവിടെ എത്തിക്കണം. പല ക്യാമ്പുകളും വെക്കേഷൻ കാലത്തെ പെൺകുട്ടികൾ, കഴിഞ്ഞൊരു ക്യാമ്പിൽ ഞാൻ ചെന്നപ്പോൾ 6, 7, 8 കുട്ടികൾ അവിടെ നിന്ന് അഫയർ ഉപേക്ഷിച്ചു. ഒരു ഉച്ച വരെയുള്ള ക്ലാസ്സിൽ വിവാഹം വേണ്ടെന്ന് പറഞ്ഞ കുട്ടികൾ വിവാഹം വേണമെന്ന് പറഞ്ഞു. നമ്മുടെ മനസ്സ് മാറ്റാൻ സാന്ദർഭികമായ ഉപദേശങ്ങൾ കൊടുക്കാനേ പറ്റുകയുള്ളൂ സുഹൃത്ത്. അവിടെ മക്കളെ നോക്കണം, മനസ്സിലായി? മാതാപിതാക്കളെ നോക്കണം, അവർ സംതൃപ്തരാകണം. എങ്കിൽ നമ്മുടെ വീട് ഒരു പൂങ്കാവനമാകും, ഒരു റൗലയാകും. അവിടെ സമാധാനം വിടരും. ആ സമാധാനം തന്നെയാണ് സ്വർഗത്തിലും. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. സമാധാന ജീവിതം ഇവിടെ നയിച്ചവർക്ക് സമാധാനത്തിൻ്റെ ഒരു സ്വർഗമുണ്ട്. അസമാധാനവും അശാന്തിയും അവിശ്വാസം കൊണ്ട് അനുഭവിച്ചവർക്ക് ആ സ്വർഗം സ്വപ്നം കാണാനാവില്ല. അവിടേക്ക് എത്തണം. സുഹൃത്തുക്കൾ, അവസാനിപ്പിക്കും. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അങ്ങനെ ഒരു സംഘടനയുടെ ഒരു മനസ്സുള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പരിപാടിയിൽ വരാൻ പറ്റിയത്. എന്തിനാണ് സംഘടനയെന്ന് ചോദിക്കും. എന്തെങ്കിലുമൊക്കെ സംഘടിപ്പിക്കണം എന്ന് തോന്നുന്നത് അവരുടെ മനസ്സിലാണ്. ഞാൻ ഇതിൻ്റെ സംഘാടകരോട് പറയാണ്, ഇനി ഒരു കൊല്ലം കഴിഞ്ഞിട്ടല്ല, എല്ലാ മാസവും നിങ്ങൾ വരണം. ഒരു മാസത്തിൽ ഒരിക്കലൊരു ക്ലാസ്. അതെല്ലാ മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ച ആയിക്കോട്ടെ, ഒരു പ്രശ്നമല്ല. ഒരു ഫാക്കറ്റിനെ കൊണ്ടുവരാൻ. അപ്പോൾ ഇവർ പറയും സാമ്പത്തികമായി ഞങ്ങളുടെ നാട്ടിൽ കഴിയൂല. സാമ്പത്തികമായി കഴിയില്ലെങ്കിൽ വരുന്നവരതിൻ്റെ വിഹിതം വഹിക്കണം. ഒരു 5000 രൂപ അതിന് കൊടുക്കാൻ വേണമെങ്കിൽ നിങ്ങളൊക്കെ ഒരു 100 രൂപ വെച്ച് കൊടുക്കുക. നിങ്ങളൊരു 100 രൂപ വെച്ച് കൊടുക്കുക. അത് നിങ്ങളൊരു മാസത്തിൽ നീക്കി വെക്കുക, ഒരു 100 രൂപ. എന്നിട്ട് ഇവരോട് ചോദിക്കണം, അന്നൊരു സമ്മേളനമൊക്കെ നടത്തി പോയതാണല്ലോ, എവിടെ എങ്ങളെന്ന് ഈ ആസാദാക്കാനോട് ഇവരോടൊക്കെ ചോദിക്കണം. ഇനി ഇവർക്ക് തോന്നുമ്പോഴല്ല അടുത്ത പരിപാടി. എല്ലാ മാസവും ഇസ്ലാമികമായ വിഷയങ്ങളെക്കുറിച്ച്. ഈ പഞ്ചായത്ത് ഹാളിൽ മതി, ഇവിടെ മതി, മനസ്സിലായി? വലിയ മൈക്കൊന്നും വേണ്ട, സാധാരണ കിട്ടാവുന്നൊരു സെറ്റ് വെച്ചിട്ട് നടത്താം. അതിവിടെ എല്ലാം. അതിലേക്ക് നിങ്ങൾ പുതിയ ആൾക്കാരെ ക്ഷണിക്കണം, മനസ്സിലായി? ഞാൻ ഉറപ്പിച്ച് പറയുന്നു, നിങ്ങളത് തുടരുമെങ്കിൽ നമ്മൾ വരും ഇൻഷാ അല്ലാഹ്. ആയുസ്സുണ്ടെങ്കിൽ ആ ഒരു വിജ്ഞാനവേദിക്ക് വരും, ആയുസ്സുണ്ടെങ്കിൽ. പക്ഷെ നിങ്ങളത് നടത്തണം. അത് ഗംഭീരമായി.
ഈ നാട്ടിൽ ഈ വരുന്ന സഹോദരിമാരൊക്കെ നിങ്ങൾ ചെന്ന് വിളിച്ചപ്പോൾ ആദ്യമായി പ്രഭാഷണം കേൾക്കുന്ന ആളുകളുണ്ട്. ഇത് ആദ്യമായി ഒരു മുജാഹിദ് പരിപാടിയിൽ വരുന്നവരും അവർക്ക് ആഗ്രഹമുണ്ട്, അവർക്ക് വിഭാഗീയതയില്ല. സുഹൃത്തുക്കളെ, ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഒരു ഗ്രൂപ്പല്ല, അല്ലെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു പിളർപ്പല്ല. നമ്മളെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ അമുസ്ലിങ്ങളെ എല്ലാവരെയും കണ്ട് അവർക്ക് ഇസ്ലാം പഠിപ്പിക്കാം. അതാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ. ഇസ്ലാം അല്ല എന്തെങ്കിലും നമ്മൾ പറഞ്ഞു, നമ്മളിവിടെ ഏതെങ്കിലും വിഭാഗത്തെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞു, അത് പഠിപ്പിക്കാനാണ്. അത് ഇനി പഠിപ്പിക്കാൻ വൈകിയാൽ നമ്മുടെ കുട്ടികൾ നിരീശ്വരവാദികളാവും, നിർമ്മതവാദികളാവും, നമ്മുടെ കുടുംബങ്ങൾ തകർന്നടിയും, നമ്മുടെ മക്കൾ വിവാഹം വേണമെന്ന് പറയും, നമ്മുടെ ആൺകുട്ടികൾ വഴിതെറ്റിപ്പോകും, അവർ രതിവൈകൃതങ്ങൾക്ക് അടിമയാകും. നമുക്ക് പറയാനുള്ള അവസരങ്ങൾ വേണം. അതുകൊണ്ട് സംഘാടകർ നിങ്ങളാവണം. ഇന്നത്തെ ഈ ഫാമിലി കോൺഫറൻസിൻ്റെ തീരുമാനമാണത്. മാസത്തിലൊരിക്കൽ ഈ പഞ്ചായത്ത് ഹാളിൽ നമ്മൾ സമ്മേളിച്ചില്ല. നിങ്ങൾ റെഡിയാണെങ്കിൽ ആരും വരാൻ തയ്യാർ. ഇന്നീ വന്ന ഈ പ്രാസംഗികന്മാരൊക്കെ ഒരു റൗണ്ട് വരും മാസത്തിലൊരിക്കൽ. അവർ വന്നാൽ പോരെ, 5 മാസം നടക്കും. മഴയത്തും വെയിലത്തും ഒക്കെ അത് നടക്കും. അതുകൊണ്ട് ഇതിൻ്റെ സംഘാടകർ ഈ സംഘടിപ്പിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതവർ ഇതിൻ്റെ തുടർച്ചയിലൂടെ ബോധ്യപ്പെടുത്തണം. ഇനി നിങ്ങൾക്കൊരു പരിപാടി സംഘടിക്കാൻ പണമില്ലെന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചത് കണ്ടു, എന്താ പിന്നെ 100 രൂപ, ഒരു 2 കിലോ ഉള്ളിക്ക് 100 രൂപ, ഇവിടെയൊക്കെ ബോർഡ് 2 കിലോ ഉരുളക്കിഴങ്ങിന് 100 രൂപ. അപ്പോൾ സുഹൃത്തുക്കളെ, 1 കിലോ ഉള്ളി വീട്ടിലെത്തണമെങ്കിൽ 50 രൂപ വേണം. നിങ്ങളൊക്കെ 100 രൂപ ഒരു മാസത്തിലെടുത്താൽ ഇവിടെ ഗംഭീര പരിപാടി നടക്കും. കേരളത്തിലെ ഏത് പ്രസംഗകനും ഇവിടെ എത്തും. കാരണം പ്രസംഗകന്മാർക്ക് ഫീസില്ല. ഒരു വണ്ടിയിൽ എണ്ണ അടിച്ച് വരുമ്പോൾ എന്നും പരിപാടിക്ക് പോണ ആൾക്കാരായതുകൊണ്ട് ഇപ്പം ഞങ്ങൾ 3 പേര് ഒരു വണ്ടിയിലാണ് വന്നത്. എന്തിനാച്ചാൽ ഒരു വണ്ടിൻ്റെ പൈസ മതി വെച്ചാൽ നമുക്കൊക്കെ വണ്ടി ഉണ്ട്. അതൊക്കെ എടുത്ത് ഓരോരുത്തർ പ്രസംഗം കഴിഞ്ഞ് ആ സമയത്ത് അങ്ങനെ പോകാം. നാട്ടിലെത്താൻ അതാ സുഖം. ഇല്ലെങ്കിൽ ഈ സാധുക്കളൊക്കെ ഇപ്പോൾ ഉച്ചയ്ക്ക് പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു പരിപാടി കയ്യോളം കാത്തിക്കണം, ഈ നേരം വെളുക്കുമ്പോഴേ എത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ ആലോചിക്കുന്നത് നിങ്ങളുടെ അവസ്ഥയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളൊക്കെ അങ്ങോട്ട് പരിപാടിക്ക് വരുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ ഏറ്റെടുക്കണം. അതിൻ്റെ ആദ്യത്തെ വിഹിതം ഇവിടെ പരിപാടി നടത്താൻ നിങ്ങൾ പണം കൊടുക്കും എന്ന് ബോധ്യപ്പെടുത്താൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്നത്തെ ഈ പരിപാടിക്ക് തന്നെ നിങ്ങൾ കൊടുക്കണം. ഇന്നൊരു കടമില്ലാതെ ഇത് സമാപിക്കണം. ഈ വന്ന ആളുകളെയും ഈ മൈക്കും ഒക്കെ ഇവിടെ തീരണം. സുഹൃത്തുക്കളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷനോടൊപ്പം നിങ്ങൾ നിൽക്കണം. നിങ്ങൾ മെമ്പർ ആവണ്ട, നിങ്ങൾ ഈ പരിപാടികളോട് സഹകരിക്കണം. നമ്മളൊരു പള്ളിയും പിടിക്കാനല്ല, ഒരു നാട്ടിലും പ്രശ്നം ഉണ്ടാക്കാനല്ല, ദീന് പറഞ്ഞു കൊടുക്കാനാണ്. അതിനാണ് പീസ് റേഡിയോ. അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ തെക്കൻ ഭാഗത്തുള്ളവരൊക്കെ പറയൽ എല്ലാ വീട്ടിലും റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാം. ഈ സഹോദരിമാർക്കൊക്കെ പറ്റും. നിങ്ങളൊരു 10 പേർക്ക് നാളെ റേഡിയോ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുത്താൽ ഇപ്പോൾ 3 ലക്ഷം 4 ലക്ഷമായി നിൽക്കാൻ അത് 5ഉം 6ഉം ലക്ഷമാകും. നിങ്ങൾക്കൊക്കെ പ്രബോധനം ചെയ്യാം. ഒരു പീസ് റേഡിയോൻ്റെ ലിങ്ക് അയച്ചു കൊടുത്താൽ മാത്രം മതി. സുഹൃത്തുക്കളെ, ഈ നല്ല മനസ്സ്, ഇത്രയും അസൗകര്യങ്ങളോടുകൂടെ ഈ പരിപാടിയിൽ വന്ന് നിങ്ങളുടെ മനസ്സിനെ ഞാൻ സമ്മതിക്കുന്നു. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ചതാണ് മഗ്‌രിബിക്ക് നിസ്കാരത്തിന് വിട്ടങ്ങളൊക്കെ പോകുന്ന ഞാൻ പ്രതീക്ഷിച്ചത്. തീർച്ചയായും. കാരണം എന്താ വെച്ചാൽ ഇവിടുത്തെ ഒരു സാഹചര്യം, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, കുറേ ആണുങ്ങളെ പുറത്താക്കി കുറേ പെണ്ണുങ്ങളെ ഉള്ളിലാക്കി എന്തൊക്കെ. പക്ഷെ ഇതൊക്കെ നിങ്ങൾക്കറിയാം ഇവിടുത്തെ സൗകര്യങ്ങളും പരിമിതികളും. ഇതല്ലാത്തൊരു ഹാൾ ഇവിടെ കിട്ടാനില്ല, ഒരു വലിയ പന്തൽ നമുക്ക് സാധ്യമല്ല. നിങ്ങളുടെ സഹകരണമാണ് ഈ പരിപാടിയുടെ വിജയം. തീർച്ചയായും ഈ ഇരുന്നതിനും സഹിച്ചതിനും ബാത്റൂമിൽ പോകാൻ കഴിയാത്തതിനും കുട്ടികൾ കരഞ്ഞതിനും വിഷമിച്ചതിനും ബുദ്ധിമുട്ടിയതിനും എല്ലാം നമുക്ക് പ്രതിഫലമുണ്ടാകും. അള്ളാഹു ഇന്നത്തെ ദിനം പരലോകത്ത് കനം തൂങ്ങുന്ന ഒരമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സംഘാടകർക്ക് തുടർ പ്രവർത്തനങ്ങൾ നടത്താനുള്ള തൗഫീക്ക് അള്ളാഹു നൽകുമാകട്ടെ. ദീനിൻ്റെ ഒരു മനസ്സോടെ നിന്ന് ദീനിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പരലോക ജീവിതം നന്നാക്കി. അള്ളാഹുവേ, ഞങ്ങളുടെ ദാമ്പത്യത്തിൽ സന്തോഷങ്ങളും മധുരങ്ങളും പുലരുന്ന നല്ലൊരു സമ്മാനമായി ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ പരിവർത്തിപ്പിക്കണമേ നാഥ. ഞങ്ങളുടെ മക്കൾക്കെല്ലാം നല്ല ഭാവി പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ വ്യവഹാരങ്ങളിലും ഞങ്ങളുടെ കച്ചവടങ്ങളിലുമെല്ലാം ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമേ നാഥ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.